അപ്പം ഇതിൽ ഇത് ഭയങ്കര നിങ്ങളുടെ വല്ല സീരിയസ് ഇൻ്റർവ്യൂവിനൊക്കെ പറ്റിയ കോണ്ടന്റ് ആണോ എന്ന് അറിയില്ല, എന്നാലും പറയാണ്. സ്ഥിരം മറ്റേ നേരം പ്രേമം മുതലുള്ള വരത്തൻ വഴിയുള്ള അഞ്ചാം പാതിര കയറിയിട്ടുള്ള വടക്കളം യാത്രയാണ് എൻ്റെ സ്ഥിരമായിട്ടുള്ള യാത്ര. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ പ്രൊഡ്യൂസറായ എന്നോട് ഞാൻ പടം റിലീസാക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ എന്തൊരു ആധികാരികമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല സെൻസിബിളായ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അതാ ഒരു 10 പടം പ്രൊഡ്യൂസ് ചെയ്ത ആളെ പോലെ സംസാരിക്കുന്നത് അല്ലേ സത്യം ഫാറസേ? ഇപ്പം ഞാനൊരു സിനിമ ഇപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് ഇറങ്ങി, സക്സസ് ആയി. ഞാൻ ചിന്തിച്ചതെല്ലാം കറക്റ്റ് ആണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാൻ പറ്റും. പക്ഷെ ബിഫോർ ദാറ്റ് എനിക്കിതെല്ലാം പറയാൻ പറ്റില്ല. 10-12 സിനിമകളോടും ഞാൻ നോ പറഞ്ഞു പറ്റും. അപ്പോൾ ആ നോകളെല്ലാം കേട്ടപ്പോൾ പൊതുവായിട്ട് ഇയാളിപ്പോൾ എല്ലാത്തിനും നോയാന്നുള്ള ട്രെൻഡായി. അപ്പം പിന്നെ കുറച്ച് സിനിമ കുറച്ച് കുറഞ്ഞു. പ്രൊഡ്യൂസറിന് കിട്ടുന്ന മേ ബി ലൈക്ക് 50% ഒക്കെ ഉണ്ടാവുള്ളൂ. 50% ഇല്ല, 50% ഇല്ല, 40% മേ ബി. അതിൻ്റെ താഴെ ഇത് കാണുന്ന സീനിയർ ഫിലിം മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ഈ പോഡ്കാസ്റ്റ് കാണുമ്പോൾ ഇവൻ എന്താണ് ഈ പറയണതെന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം എനിക്ക് പേഴ്സണലി വില്ലനായിട്ട് കാണാനാണ് എനിക്ക് ഗിരാജ് കോഴിനെ ഇഷ്ടം. അല്ലേ ഗിരാജ് പോയത്? കോഴി ഐറ്റംസ് ഉണ്ടോ? കോഴി ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്. കോഴി ഐറ്റമിൻ്റെ ഒരു പീക്ക് വരുന്നുണ്ട് കേട്ടോ, കട്ട പീക്ക് വരുന്നുണ്ട്. അത് ചെയ്തിട്ടൊക്കെ ഷൂട്ട് തുടങ്ങുന്നുള്ളൂ. ഇത് വലിയ പ്രശ്നമായിട്ട് കിടക്കും അവർക്കൊക്കെ. ചിലരതാ വിമാനത്തോട് ഗിരാജ് കോഴി ഞാനായിരുന്നു കേട്ടോ, ആരെങ്കിലും അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞ ഒരു കൂടുപാട്. എനിക്ക് നിങ്ങളുടെ ബേസിക്കലി നിങ്ങളുടെ സംസാരം കേട്ടിരിക്കുന്നതാണ് നമ്മൾക്ക് ശരിക്കും ഇറച്ചി പോഡ്കാസ്റ്റിലുള്ള ഏറ്റവും വലിയ കിട്ടും. ഷറഫ്ക, വെൽക്കം ടു ഇറച്ചി പോഡ്കാസ്റ്റ്. ഞങ്ങൾ ഫോമിലായിട്ടൊന്നും ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നില്ല, എല്ലാ എപ്പിസോഡിലും ചെയ്യണ പോലെ. എന്തൊക്കെയാണ് ഷറഫ്ക പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുതിയ സിനിമ റിലീസാവാൻ പോവാണ്. ഓക്കെ, ഡേറ്റ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലും 2-3 ഡേയ്സ് ഞങ്ങൾ ഡേറ്റ് കൺഫേം ചെയ്യും. ഒക്ടോബറിൽ തന്നെ ഉണ്ട്. എന്താ പറയുക, പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ ഈ കുട്ടികളെ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എൻ്റർടൈനർ എന്ന് വെച്ചാൽ ക്ലീൻ എൻ്റർടൈനർ എന്ന് പറയുന്ന സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത സിനിമയാണ്. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പരിപാടിയാണ്. കുറച്ച് മ്യൂസിക്, കുറച്ച് ആക്ഷൻ, കുറച്ച് കോമഡി, ഒരു രസമുള്ളൊരു കഥകൾ, കുറച്ച് നല്ല രസമുള്ള ട്വിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു സിനിമ. സാധാരണ എപ്പോഴും ഞാൻ പറയാം എൻ്റെ ഒരു കുഞ്ഞു സിനിമയാണെന്ന് പറയാറുണ്ട്. ഞാൻ ഇത് കുഞ്ഞു സിനിമയെന്ന് പറയുന്നില്ല, ഇത് പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം ഇതൊരു വലിയ സിനിമയാണ്, കുറച്ച് വലിയ സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ ആയി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല? അതെ, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി 5 വർഷമായി. എന്ന് വെച്ചാൽ ഇത് ഈ സിനിമയുടെ ചിന്ത വന്നിട്ട് 5 വർഷമായി. ഓക്കെ, അന്ന് തന്നെ പ്ലാൻ ഉണ്ടായിരുന്നോ? പിന്നെ ഷർഫ് ഖാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ തന്നെ അത് ചെയ്യണം എന്നുള്ള പ്ലാൻ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് കൃത്യമായിട്ട്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള സിനിമയുടെ പേര്. അപ്പം ഇതിൽ ഇത് ഭയങ്കര നിങ്ങളുടെ വല്ല സീരിയസ് ഇൻ്റർവ്യൂവിനൊക്കെ പറ്റിയ കോണ്ടന്റ് ആണോ എന്ന് അറിയില്ല, എന്നാലും പറയാണ്. ഞങ്ങൾക്ക് ഇവിടെ കാക്കനാട് കുറച്ച് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അവരൊരു സിനിമ ഇപ്പോൾ ചെയ്തു, അവർ ചെയ്യുന്നതും റിലീസാവും. ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി, നയൻതാരയൊക്കെയുള്ള ഞാനുണ്ട് അതിൽ. അപ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ, ആ ഡയറക്ഷൻ ടീം, അവരെല്ലാം ഞങ്ങളൊക്കെ കൂടി ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവരാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ കോവിഡ് ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടി ഈ പറഞ്ഞ പോലെ അവിടെ നിന്നൊക്കെ ചെറിയ പോക്കറ്റ് റോഡിൽ കൂടെയൊക്കെ വന്ന് എല്ലാവരും കൂടി അവിടെ ഒരുമിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അപ്പു എന്ന് പറഞ്ഞിട്ട് ഞണ്ടുകളിലേക്ക് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. അവനൊരു പെറ്റ് ഉണ്ടായിരുന്നു, ചുയി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പെറ്റാണ്. ഒരു എന്താ പറയുക, രസമുള്ളൊരു ഷിജു ബ്രീഡിലോ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഈ അപ്പുവിനെ കാണുമ്പോൾ അപ്പുവിൻ്റെ കൂടെ ഷിജു ഉണ്ടാവും, അല്ലെ ചൂയി ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് ചൂയി ഇറങ്ങിപ്പോയി. ഡോർ തുറന്നപ്പോൾ ചൂയി ഇറങ്ങിപ്പോയി വൈകുന്നേരം. അങ്ങനെ ചൂയി എവിടെ പോയി എന്ന് അന്വേഷിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് അന്വേഷണം തുടങ്ങി. കിട്ടുന്നില്ല, കണ്ടില്ല, ചൂയിനെ കണ്ടില്ല. എല്ലാവരും രാത്രി ഫുൾ എല്ലാവരും ഭയങ്കര സങ്കടം, സാഡായി. ആരെങ്കിലും പിടിച്ചിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്, കാണാനൊക്കെ ഭയങ്കര. അങ്ങനെ അന്നത്തെ രാത്രി ഫുള്ള് ഇത് ചെയ്തു. പിറ്റേ ദിവസം രാത്രി ഫുള്ള് നമ്മൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തു, ആ വീടുകളും പരിസരത്ത് കിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മളിപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ, പറയുമ്പോൾ സ്റ്റോറി ഇട്ട് നസറിയ, സൗബിൻ എല്ലാവരും അവരൊക്കെ എല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് എന്നിട്ടും ചൂന് കിട്ടിയില്ല. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഒരു കുറച്ച് പിള്ളേർക്ക് ഇതിന് കിട്ടിയിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇത് മേടിച്ചു. അപ്പോൾ ഞാനിത് ഇത് ഇവിടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്ക് പോകുമ്പോൾ ഈ പ്രണീഷ് എന്ന് പറഞ്ഞ ഈ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ഡയറക്ടർ അവരവിടെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കഥയും പരിപാടി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എടാ ഈ ഐഡിയ പിടിച്ചാലോ, പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സാധനം പിടിച്ചാലോ, ഇത് പണ്ട് ഏസ് വെഞ്ചുറാസ് പരിപാടി വന്നിട്ടുണ്ട്, നമുക്കിത് പിടിച്ചാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയ തോട്ടിൽ
പരിപാടി നമ്മൾ ചെറുതായിട്ട് ഈ കോവിഡ് ടൈമിൽ അപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, എന്താ പറയുക, കുടുംബ യൂണിറ്റ് പോലത്തെ പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ. ചെറിയ സിനിമകൾ ഉണ്ടാക്കുക, നമുക്ക് ഇവിടെയൊക്കെ തന്നെ പിടിക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയവരെ. പിന്നെ അത് അപ്പം നടന്നില്ല. പിന്നെ ഞാനും വേറെ സിനിമകളിൽ ഷൂട്ടും പരിപാടി അങ്ങനെ ഇങ്ങനെ മാറി 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 വന്നു. പക്ഷെ അപ്പോഴേക്കും പ്രണീഷ് ഡെവലപ്പാക്കി ഒരു സ്റ്റേജിലെത്തി. അങ്ങനെ അത് കൊള്ളാം, ഇത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജയ് വിഷ്ണു, അവന് വായിക്കാൻ കൊടുത്തു. അവൻ പറഞ്ഞു കൊള്ളാം, നല്ല ദിവസമുണ്ട്, ഇതിപ്പോൾ ചെയ്ത വർക്കാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം ജയ് വിഷ്ണു കൂടെ എൻ്റെ കോറൈറ്ററായിട്ട് കയറിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് പ്രൊഡക്ഷൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഇങ്ങനെ എന്താ പറയുക 1, 2, 3 അപ്പോൾ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജാനമൻ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് കോവിഡ് ടൈമിന് ശേഷം ഒരു കോമഡി പടം വന്നത്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ അന്ന് 2020 ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ കോവിഡിൻ്റെ ഡാർക്കിൽ നമുക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഒരു സിനിമ കൊടുക്കണം. അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ കോവിഡിൻ്റെ ഒരു സീസണും കഴിഞ്ഞതിന് ശേഷമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് വരുന്നത്. അപ്പം അങ്ങനെ വന്ന് പ്രൊഡക്ഷൻ നോക്കി. പ്രൊഡക്ഷൻ്റെ പരിപാടികളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് റെഡിയായില്ല. ലാസ്റ്റ് ഒരു കോ പ്രൊഡ്യൂസർ വന്നു. അപ്പോൾ കോ പ്രൊഡ്യൂസർ വന്ന് നമ്മളിന്ന് വൈകുന്നേരം അത് അനൗൺസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മമ്മൂക്കാനെ പോയി കണ്ടിട്ട് ഇന്ന് വൈകിട്ട് അനൗൺസ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ടെക്നീഷ്യൻസിനൊക്കെ ഫിക്സ് ചെയ്ത് മമ്മൂക്കാനെ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ പോയി വിസ്മയിൽ പോയിട്ട് മമ്മൂക്കാനെ കണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഒരു പടമുണ്ട്. ഞാനപ്പോൾ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഞാൻ അതിൽ കോ പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ തിരിച്ച് വൈറ്റിലെ പാലെത്തിപ്പോഴേക്കും ഈ കോപ്രോ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് പുള്ളിക്ക് ഒരു ഡിമാൻഡ് വെച്ച് പുള്ളി അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിമാൻഡല്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ വെച്ചത് ഡ്രോപ്പ്. പിന്നെ അത് വീണ്ടും പൊക്കിക്കൊണ്ടും വന്ന് വീണ്ടും ഇത് ചെയ്ത്. കാരണം ടെക്നിക്കലി എനിക്ക് സിനിമയുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ പോകും. പക്ഷെ ഒരു സിനിമ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ എൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ക്രൂ ഉണ്ടാവുമല്ലോ, ഇവരിത് ക്യാമ്പ് ചെയ്ത് ഇവർ വെയിറ്റിംഗ് ആയിരിക്കും. ഞാൻ ചിലപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങിനുണ്ടാവും, ഞാൻ വേറെ സിനിമയ്ക്ക്. പിന്നെ അതെനിക്കൊരു ഇമോഷണൽ പ്രൊഫഷനായി. കാരണം ഇവർ കുറേ നാളായിട്ട് ഇതുമ്പോൾ നിൽക്കുകയാണ്, നമുക്കങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. സ്വയം പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ടെക്നിക്കലി ഇപ്പോൾ കുറേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചു, ഞാൻ ഒരു പരിപാടിക്ക് ഇറങ്ങുവാണ്, ബാക്കപ്പ് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ബോൾഡ് മൂവാണ്. കാരണം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. എനിക്ക് തോന്നുന്നത് 2024 കണക്കെടുക്കുകയാണെങ്കിൽ 199 ഫിലിംസ് ഇറങ്ങിയതിൽ 24 ഫിലിം സെറ്റാണ് ഒരു സക്സസ് എന്ന് പറയാനില്ല. എന്ന് വെച്ചാൽ ക്ലോസ് ടു 10-13% ഒക്കെ. ഡെഫിനറ്റ്ലി ഒരു ബോൾഡ് മൂവാണ്. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്താണ്, ആ ഒരു റിസ്ക് എടുക്കാൻ ഷെഫ്ക്കൊക്കെ തോന്നാൻ കാരണം? ഒന്ന്, എനിക്ക് എൻ്റെ സിനിമയിലുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ എനിക്കുള്ളൊരു എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ സിനിമയെ എല്ലാവർക്കും ഇഷ്ടമാകും, ഇഷ്ടമാകുന്നൊരു സിനിമയായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തോന്നലാണ്. അപ്പോൾ ഒരു സിനിമ അങ്ങനെ എന്താ പറയുക, സിനിമയിൽ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ റേഷ്യോ എടുക്കുകയാണെങ്കിൽ സക്സസ് സിനിമകൾ കുറവും ഫ്ലോപ്പുകൾ കൂടുതലുമാണല്ലോ. അപ്പോൾ അതെപ്പോഴും എടുക്കില്ലെങ്കിൽ, പക്ഷേ സിനിമ എന്നാലും സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പറയുന്നതെല്ലാം സിനിമ തന്നതാണ്, ടെക്നിക്കലി സിനിമ തന്നതാണ്. ഞാൻ അപ്പോൾ സിനിമയിലേക്കത് പോയാലും ഞാൻ റിക്കവർ ആക്കാം, ആ ഒരു ബോധം എനിക്കുണ്ട്. എനിക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് അത് തന്നെയാണ് ഞാൻ ഇതിൽ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തരുന്നത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നു. അതല്ല കറക്റ്റ് ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അങ്ങനെ ഒരു കറക്റ്റ് ബിസിനസ് പ്ലാൻ ഇല്ല. ആ റിലീസ് ഡേറ്റിലൊരു തീരുമാനമുണ്ട്, ആ തീരുമാനമാണ് സിനിമ. പിന്നെ ഷർഫുഖ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ബിസിനസ് മാൻ ആവാൻ താല്പര്യമുള്ള ആളാണ്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവല്ലോ ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ അതിലൊരു കാര്യം ഞാൻ ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കലകന്തൂടെ അല്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുക. ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടുള്ള കാരണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു രീതി ഇതായതുകൊണ്ടായിരിക്കും എനിക്കത് അവരൊക്കെ എന്ത് ഷാർപ്പാണ് അല്ലെങ്കിൽ എത്ര കണ്ണിങ് ആണ് എന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാൻ അതിലെല്ലാം വീക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് നമ്പറുകളുണ്ട്, അത് വെച്ച് ഞാൻ ഗുഡാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പം ബിസിനസ് മാനാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ അറിയാമല്ലോ, ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരിക്കലും ഈ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഒരിക്കലും ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു രീതിയിലും ഞാൻ ശരിക്കും ആക്ടർ, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. അത് ഈ പ്രൊഡ്യൂസർ ആവാൻ ഡെഫിനറ്റ്ലി ഒരുപാട് എഫേർട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് എത്രത്തോളം ഹോംവർക്ക് ചെയ്തിരിക്കണം ഷർഫുഖ് ഇതിനോട്ട് ഇറങ്ങണ മുന്നായിട്ട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പ് നമ്മൾ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പടം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മാർക്കറ്റ് ചെയ്യും, സെല്ല് ചെയ്യും, അങ്ങനെയുള്ളൊരു ബേസിക് പ്രോഗ്രാം ഉണ്ടാക്കലാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാനെടുത്ത റിലീസ് ഡേറ്റുകളൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കാരണം എനിക്ക് ആ ഡേറ്റ്സ് മിസ്സായെങ്കിൽ ആ ഡേറ്റ്സിൽ വന്ന സിനിമകളെല്ലാം വർക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ഡേറ്റ് എടുക്കുന്നുണ്ട്. ആ ഡേറ്റിൽ സിനിമ ഇറക്കണം എനിക്ക് എന്തായാലും. അപ്പം അത്തരത്തിലുള്ള കുറച്ച് ഇതാണ് നമ്മളുടെ തോന്നലിൽ നിന്ന്. ഇപ്പോൾ ഓണത്തിന് എനിക്ക് പടം ഇറക്കായിരുന്നു, പക്ഷെ ഞാൻ ഇറക്കിയില്ല. അതിൽ ഇപ്പോൾ ലോക പോലൊരു വലിയ സിനിമ വന്ന് അവിടെ നിന്നപ്പോൾ കുറച്ച് കാര്യമായിട്ട് ടോപ്പിക് അതിലേക്ക് പോയി എന്നുള്ളൊരു റിയാലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകേണ്ട കാരണം അവിടെ 3 സ്റ്റാർ പടങ്ങൾ നിൽക്കുന്നുണ്ട്. 3 സ്റ്റാർ പടങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും. നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി ഇല്ല, ഷെയർ കട്ടാവുന്നുള്ളതുണ്ട്. അപ്പോൾ ഞാനൊരു എക്സ്ക്ലൂസീവ് ഡേറ്റ് ഫോർ റിലീസാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിന് മുമ്പ് പ്രിപ്പയർ ആവാന്ന് പറഞ്ഞത്, പ്രൊഡ്യൂസർ ആവാൻ പ്രിപ്പയർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെല്ല് ചെയ്യുന്നതിൻ്റെ ആണ്. അല്ലെങ്കിൽ എപ്പോഴും പടം നടക്കുന്ന പ്രോസസ്സിൽ കൺട്രോൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പറ്റില്ല. ഓക്കെ, എനിക്ക് ആക്ടറായിട്ട് ഫുൾ കൺട്രോൾ ഉണ്ട്, ഒരു ഫുൾ കൺട്രോൾ ഉണ്ട്. അല്ല, അതെനിക്ക് പറ്റില്ല. കാരണം ഞാൻ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഇന്നമാതിരി നടക്കണം എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ നോട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കൂടി പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടീമില്ലേ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഉണ്ട്, ടീമുണ്ട്. പക്ഷേ ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ എന്താ പറയുക, മഴ. ഇപ്പം മഴ കാരണം കൊണ്ട് ഞങ്ങൾ 3 ഷെഡ്യൂൾ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള റിയാലിറ്റികളുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ തിരക്കുള്ള വേറെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബ്രേക്ക്. ഞങ്ങളങ്ങനെ 6 ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു പടത്തിന്. ഓക്കെ, നമുക്കൊന്ന് പ്രൊഡക്ഷൻ ബിസിനസ്സിലോട്ടൊന്ന് ഡീപ് ഡൈവ് ചെയ്താലോ? പൊതുവേ ഷറഫ് ഖാൻ്റെ ഒരു ആക്ടിങ് ഇന്റർവ്യൂ ആണ് കാണാറ്. അതെ, നമുക്ക് ഇപ്രാവശ്യം ഒരു പ്രൊഡക്ഷൻ ഷറഫ് ഖാൻ്റെ ഒരു പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവ് പിടിക്കും. എനിക്ക് തോന്നണില്ല ഞാൻ അത്രയും കണ്ടന്റ് എടുക്കാൻ പറ്റിയ ആളായിരിക്കും എന്ന് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നു. കാഷ്വൽ ആയിട്ട് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസറാണ്. ഞാനൊരു ഭയങ്കര സിനിമ ലവറാണ്. ചിലപ്പോൾ ഞാൻ ബ്ലൈൻഡാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലായോ? അതിന് കാരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് അയാളെ കാണിച്ചാൽ മതി. പക്ഷേ അയാളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 6 ലക്ഷം രൂപയുടെ ചിലവുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ ചിലവുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ ബിസിനസ്സായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിലിപ്പോൾ 5 ലക്ഷം രൂപ ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിന് അങ്ങനെ കണ്ടാൽ പോരെ എന്ന് വിചാരിച്ചാൽ അയാളെ കാണിക്കാനുള്ള ക്യാമറയും ഞങ്ങളുടെ കയ്യിലുണ്ട്, അയാളും ഉണ്ടായിട്ടുള്ള കോസ്റ്റ്യൂം വേണം. പക്ഷേ അയാളുടെ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇത്ര ചിലവുണ്ട് എന്ന് പറയുന്നത് മനസ്സിലായി. ഇപ്പോൾ ലൂസിഫറിൽ ഇപ്പോൾ 1500 2500 ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് നിർത്തി വലിയ ക്യാൻവാസ് സെറ്റ് ചെയ്യുമ്പോൾ അതല്ലാതെയും ചെയ്യാൻ പറ്റും. ആ ഡയലോഗും ആ പറയുന്നതും വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മീറ്റിംഗ് ടേബിളിൻ്റെ പുറത്തും പറയാൻ പറ്റും. പക്ഷേ ആ എക്സ്പീരിയൻസ് കൊടുക്കലിലാണ് സിനിമ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ബിസിനസ്സുകാരനായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇതിൽ അത്തരത്തിൽ എന്താ പറയുക, അതിനെ ഇപ്പം ഞാനൊരു സിനിമ ഇപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് ഇറങ്ങി, സക്സസ് ആയി. ഞാൻ ചിന്തിച്ചതെല്ലാം കറക്റ്റ് ആണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയാൻ പറ്റും. പക്ഷെ ബിഫോർ ദാറ്റ് എനിക്കിതെല്ലാം പറയാൻ പറ്റില്ല. ശരി അല്ലേ? ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ പടം ഇറങ്ങി, പടം വർക്കായതിനു ശേഷം വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് മുമ്പ് ഞാൻ എൻ്റെ ധാരണകളെ കുറിച്ച് പറയുന്നതിൽ ചിലപ്പോൾ വേണമെങ്കിൽ മാറാം. കോ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ മുമ്പ്? ഇല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ട് മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടിയിട്ടുണ്ട്. ഫെസ്റ്റിവലിനൊക്കെ പോയേക്കുന്ന സിനിമ. കൊമേഴ്ഷ്യൽ സിനിമ ഇതാണ് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ശരി. അപ്പം നമ്മൾ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ റവന്യൂ മെയിനായിട്ട് വരുന്ന ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഒരു പടം എടുക്കുമ്പോൾ? പടത്തിൻ്റെ റവന്യൂ ശരിക്കും അതൊന്നും ഞാൻ ക്ലിയർ ആയിട്ടൊന്നും ഞാൻ സ്റ്റഡി ചെയ്തില്ല. എന്നാലും ടെക്നിക്കലി ഇന്ത്യൻ എന്താ പറയുക, കേരള ബോക്സ് ഓഫീസ്, അതർ സ്റ്റേറ്റ്, നമ്മളുടെ മലയാള സിനിമയായിട്ട് തന്നെ അത് സ്ട്രീം ഇത് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സിറ്റീസ് ലൈക്ക് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് കുറച്ച്, ബോംബെ കുറച്ച് എന്നൊക്കെ പറയാം, ഡൽഹി കുറച്ച് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു കളക്ഷൻ. പിന്നെ GCC ഒരു മെയിൻ സെൻറ്ററാണ്. പിന്നെ അതിന് പുറത്ത് യൂറോപ്പും കാനഡ, UK, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഇത്തരത്തിലുള്ള. പിന്നെ OTT ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മലയാള സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ OTT അങ്ങനെ പ്രീ ബിസിനസ് ഒന്നും നടക്കുന്നൊന്നുമില്ല ഇവിടെ. OTTക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് പ്രീ ബിസിനസ് ഒരു പടത്തിനാണ് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ആണ് ഞാൻ അറിഞ്ഞ വിവരം.
ഒരു സിനിമ മാത്രമാണ് ഇതിനു മുമ്പ് പ്രീ ബിസിനസ് സംഭവിച്ചത് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റ് വാർത്തകളല്ല, ഇതെല്ലാം പുറമേ നിന്ന് കേൾക്കുന്ന വാർത്തകളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അത് കഴിഞ്ഞാൽ ഇപ്പോൾ സക്സസ്ഫുൾ ഫോർമുലയിൽ വരുന്ന സിനിമയും സക്സസ് ആയ സിനിമകളും പിന്നീട് OTT ബിസിനസ്സുകൾ നടക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര റിയാലിറ്റിയാണ്. ഓക്കെ. മലയാളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ടെലിഗ്രാം പോലുള്ള ആപ്പുകളുടെ യൂസ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി നല്ല ഉണ്ണികളാണല്ലോ, നല്ല ടെക്കികളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവരും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർക്കും അറിയാം. മറ്റുള്ളവർക്ക് അത് അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് അവരെല്ലാം സ്ട്രീം ചെയ്ത് തന്നെ സിനിമ കാണുന്നുള്ള റിയാലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് കുറവാണ്. പിന്നെ മൊത്തത്തിൽ OTT മാർക്കറ്റിലേക്ക് എനിക്ക് തോന്നുന്നു അത്രയധികം പരിപാടി നടക്കുന്നില്ലെന്ന് തോന്നുന്നു. വലിയ സിനിമകളാണെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്റ്റാർ എന്നുള്ളൊരു കോൺസെപ്റ്റിലൊക്കെ ഉള്ള സിനിമ മലയാളത്തിൽ നിന്നാണെങ്കിൽ പോലും 1-2 ഈ പറഞ്ഞ OTTയിൽ ഡിമാൻഡ്. ഞങ്ങൾക്ക് ഇന്ന ആക്ടറുടെ പടം വേണം എന്ന് പറയുന്ന സിനാരി ഇല്ലെന്നാണ് പറയുന്നത് പൊതുവായിട്ട്. ഓക്കെ. പക്ഷേ റിലീസിൻ്റെ മുമ്പ് അവർക്ക് വാച്ച് ചെയ്തിട്ട് അതിനൊരു വാല്യൂ കണ്ടുകൂടെ? ഈ പിന്നെ OTT ഓണേഴ്സിനെ അവർ റിലീസിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്ക് പ്രേക്ഷകരെ ഇവരൊരു ജഡ്ജ്മെന്റിലേക്കൊക്കെ എത്താറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അവർ ടോക്കും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു പടം സക്സസ്ഫുള്ളായി മാറിയതിന് ശേഷമുള്ള അതിൻ്റെ ഒരു എമൗണ്ടിൻ്റെ ഒരു 30-40% ആണ് പ്രീ ബിസിനസ്സിൽ ഓഫർ ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും പ്രൊഡ്യൂസർ അത് വേണ്ട, അതൊരു റിസ്ക് എടുത്താലും നമുക്ക് നോക്കാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ സ്വന്തം പടത്തിനെ കുറിച്ചിട്ട്. അതാണ് നോക്കുന്നത്. ഓക്കെ. പിന്നെ സാറ്റലൈറ്റ് ഒക്കെയോ? സാറ്റലൈറ്റ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ചെറിയൊരു കാര്യമായി നോക്കാറില്ല. അപ്പോൾ OTT വന്നതോടെ ഇപ്പോൾ സാറ്റലൈറ്റ് റവന്യൂ കുറവാണ്. സാറ്റലൈറ്റ് റവന്യൂ കുറവാന്ന് വെച്ചാൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ റവന്യൂ ഉണ്ടായിക്കൊണ്ടിരുന്നത് അഡ്വർടൈസ്മെന്റ്സിൽ നിന്നാണല്ലോ, ആഡ്സിൽ നിന്നാണ്, TV ആഡ്സിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാവുന്നത്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ TV ഇത് ചെയ്യും. അപ്പം അതിൽ പടം ഇത് ചെയ്യുമ്പോൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ ആ റവന്യൂവിന് അങ്ങനെ തന്നെ അഡ്വർടൈസ്മെന്റ് ഏരിയാസ് ഫുള്ള് ഇന്റർനെറ്റിലേക്ക് കൊണ്ടുപോയി, യൂട്യൂബിൽ കൊണ്ടുപോയി. ഇപ്പോൾ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പേസസിലാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സോപ്പ് ബ്രാൻഡ് എന്നും പറയാം, ഒരു സോപ്പ് ബ്രാൻഡ് TV ഇട്ടുകൊണ്ടിരുന്നത് 100 ആഡ് ആയിരുന്നെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഇത്ര രൂപയായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 1 lakh ആയിരുന്നെങ്കിൽ ഒരു 100 ആഡ് 1 lakh വെറുതെ ചുമ്മാ ഈ കണക്ക് കറക്റ്റ് അല്ല. അത് കൊണ്ടുവന്ന് നേരെ യൂട്യൂബിലേക്ക് ഇടുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് വേറെ ലെവൽ റീച്ചും ഭയങ്കര എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവാണ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ TV എന്ന് പറയുന്ന മീഡിയത്തിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കുറഞ്ഞു. പിന്നെ ബൈങ് ഒരു പറയില്ല ഈ പറഞ്ഞ പോലെ ഒരു സീരിയൽ കാണുന്ന അവർക്ക് സീരിയൽ കൊടുക്കുന്നുണ്ട്, അതിന് പറ്റിയ ആഡ്സും പോകുന്നുണ്ട്. എല്ലാവരും വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് കാണുന്നുണ്ട്. ഇപ്പം എല്ലാവരും കയ്യിൽ കണ്ടന്റ് ഉണ്ട്. ടോപ്പ് മീൻ ഹിറ്റ് എന്നാണല്ലോ പറയുന്നത് ഇപ്പോൾ. ഓക്കെ. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു നെക്സ്റ്റ് 10 years എന്താവണം, ഒരു വിഷൻ ഉണ്ടോ? ലൈക്ക് ഈ മൂവിക്ക് ശേഷം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയൊക്കെ ചെയ്യണം, അങ്ങനെ ഉള്ള പ്ലാൻസ് ഉണ്ടോ? എനിക്ക് ശരിക്കും പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ശരിക്കും സത്യസന്ധമായിട്ട് പറയാം, എൻ്റെ ഇപ്പോൾ ഈ സിനിമയെ എനിക്കിതിൻ്റെ ഒരു 70% കോസ്റ്റിൽ അല്ലെങ്കിൽ 65% കോസ്റ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എൻ്റെ ബഡ്ജറ്റ് ഷെയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ബഡ്ജറ്റ് പറ്റില്ല എന്നല്ല ഞാൻ ബഡ്ജറ്റ്. അപ്പോൾ ആ കോസ്റ്റിൽ എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു നോർമൽ ഒരു സിനിമയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു സിനിമയെ ഏതെങ്കിലും രീതിയിൽ പൈസ കൊണ്ടല്ലാതെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. മനസ്സിലായോ? അല്ല, പൈസ കൊണ്ടൊന്നല്ല, പൈസ കൊണ്ട് തന്നെ ആയിരിക്കും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സിനിമയെ ഒരു പ്രൊഡ്യൂസറുടെ റോളിൽ നിന്നുകൊണ്ട് എങ്ങനെ ലിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നാളെ ഇപ്പോൾ ഈ സിനിമ വർക്കായാൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഫിലിം മേക്കർക്കും തോന്നുന്നു അയാൾ ഒരു നല്ല പ്രൊഡ്യൂസർ, അങ്ങേരെ എൻ്റെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താൽ നല്ലതാണ് എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് അങ്ങനൊരു ഇതുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ലൈക്ക് ഒരു കാര്യത്തിന് ഒന്നും കൺട്രോൾ ചെയ്തിട്ടില്ല അങ്ങനെ കാര്യമായിട്ട്. ഒരു ആർട്ട് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ എല്ലാ സാധ്യതകൾക്കും എല്ലാ ചാൻസസും ഞാൻ എടുത്തിട്ടുണ്ട്. ശരി. അല്ല, ഇപ്പോൾ സ്വന്തം പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആകുമ്പോൾ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആണല്ലോ അല്ലേ, ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്?
എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രൊഡ്യൂസറിനേക്കാളും എൻ്റെ ആക്ടിങ്ങിൻ്റെ പരിപാടി, എൻ്റെ ക്യാരക്ടർ പരിപാടിയും എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോക്ക് എല്ലാത്തിലും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് പോലുള്ള, അപ്പോൾ ഞാൻ ഈ ഫുൾ ഉണ്ട്. ഞാൻ അപ്പോൾ റെനീഷും ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയൊക്കെ തന്നെയാണ് ഇത്. അല്ലെങ്കിൽ ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം. ഞാൻ ഒരു സാധാരണ സിനിമയിൽ ഞാൻ ഒരു 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 ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോകുന്ന ആ സിറ്റുവേഷനല്ല. എനിക്ക് അങ്ങോട്ട് ജാം ചെയ്യാൻ നമുക്ക് പറയടാ, ഇത് നമുക്ക് ഒന്നുകൂടി ശരിയാക്കണ്ടേ, ഇത് കയ്യില്ല, നമുക്ക് ഒന്നുകൂടി ഇരിക്കണ്ടേ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഒന്നുകൂടി ഇരിക്കണ്ടേ, അല്ലെങ്കിൽ ഇതൊന്നും കൂടി നോക്കണ്ടേ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആക്കിയാലോ എന്നൊക്കെ പറയുന്നിടത്ത് പ്രൊഡ്യൂസറുടെ മറ്റേ ഇത് ഇറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത് ഞാനാണെന്നുള്ള റിയാലിറ്റി അവിടെ ഉണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇതൊരു പ്രത്യേക കൂട്ടാണ്. അത് ഇപ്പം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പടം ഇറങ്ങിക്കാം. അല്ല, ഞാൻ ചോദിക്കുക കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് നടന്മാർ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസസിൽ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ബേസിൽ ജോസഫും തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവർക്ക് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കിട്ടാനാണോ അതോ മണി മേക്കിംഗ് ആണ്? എന്താണ് ഇവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്? കാരണം പൊതുവേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തൊരു ഫ്രീഡം കാരണമാണോ ഇവർ തുടങ്ങാൻ കാരണം? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ബേസിലിനൊക്കെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റയടിക്ക് ഒരു 15 പ്രൊഡ്യൂസേഴ്സ് പെട്ടെന്ന് വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നിടത്ത് ഒരു ഐഡിയ ഉണ്ടാവുമായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലോ. എൻ്റെ ഒരു ഇമോഷൻ്റെ ഒരു കുറേ നാളായിട്ട് കൂടെ നിൽക്കുന്നവർ കുറേ നാളായിട്ട് നിൽക്കുക, ഇനി നിൽക്കും എന്ന് എനിക്ക് തോന്നലുണ്ടായപ്പോഴാണ് ഞാൻ അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയ സിനിമയിലേക്ക് ഇറങ്ങിയതും ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ കാരണം 4 വർഷത്തോളം ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയും വീണ്ടും എത്ര നാൾ ഇരിക്കും എന്നുള്ള ഒരു അനിശ്ചിതത്വം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കലായിരുന്നു അതിൻ്റെ, അതുകൊണ്ടായിരുന്നു അതിലേക്ക് വന്നത്. ഈ പ്രൊഡക്ഷൻ കമ്പനി ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ രജിസ്ട്രേഷൻ, ആ ലീഗൽ വശങ്ങളും, പിന്നെ ഒരു ടീം ബിൽഡ് ചെയ്യലും, ഇതിനൊരു സിസ്റ്റം, പിന്നെ ഓഫീസ് ഇതെല്ലാം എങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണോ ചെയ്തത്? ഇല്ല, ഒന്നാമത് ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇത് നടക്കുന്നില്ല. അപ്പം പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യായിരുന്നു. പിന്നെ എന്താ പറയുക, രജിസ്ട്രേഷൻ ഒന്നും ഇതെല്ലാം അവർ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവർ ഓടിച്ചിട്ടുണ്ട്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. കുറച്ചും കൂടി നിങ്ങളിപ്പോൾ കാശുള്ളവർക്കും പറ്റും, കാശുള്ള ആർക്കും പറ്റും. അതിലൊരു ഒരു ത്രില്ല് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. കാരണം സിനിമയിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 months 8 months ഗ്യാപ്പിൽ അതിൻ്റെ ഒരു റിട്ടേൺ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, അതിന് ഹ്യൂജാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയുടെ അകത്ത് ബഡ്ജറ്റ് സിനിമ എന്ന് പറയുന്ന കാറ്റഗറി സിനിമാസ് ഉണ്ടല്ലോ. ആ സിനിമകൾ വരുന്നതും ആ സിനിമകൾ ചെയ്യുന്നതും ആ സിനിമകളെ മാർക്കറ്റ് ചെയ്യുന്നതും ആ സിനിമയുടെ വിൽപ്പനയെല്ലാം കുറച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ പ്രൊഡ്യൂസറായ എന്നോട് ഞാൻ പടം റിലീസാക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ എന്തൊരു ആധികാരികമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല സെൻസിബിളായ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അതാ ഒരു 10 പടം പ്രൊഡ്യൂസ് ചെയ്ത ആളെ പോലെ സംസാരിക്കുന്നത് അല്ലേ സത്യം? പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റിന് ഷർഫൊക്കെ വരുമ്പോൾ. ഷർഫൊക്കെ എല്ലാ ആക്ടേഴ്സിനെയും പോലെയല്ല, സിനിമക്ക് അപ്പുറം കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റിലോട്ട് കറക്റ്റ് ഫിറ്റ് അങ്ങനെ പ്രതീക്ഷകളൊക്കെ അല്ല. ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ മുമ്പുള്ള ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. പക്ഷെ ആ ഇൻ്റർവ്യൂസിലൊക്കെ കുറച്ച് നല്ല ഇൻ്റർവ്യൂസ് ഉണ്ട്, പക്ഷെ അവരൊക്കെ കൂടുതൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായി, നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് തന്നെ അല്ല. ഞാൻ ഇതാ പറഞ്ഞത് എന്താ വെച്ചാൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നതിലൊന്നും ഇതിൻ്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നില്ല. കണ്ടന്റ് കറക്റ്റായിട്ട് ഇറക്കുക, നിങ്ങൾ നല്ലൊരു ഫിലിം മേക്കറെ കണ്ടുപിടിക്കുക, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു കഥ കണ്ടുപിടിക്കുക. ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ഇവിടെ ഉണ്ട്. അതും ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറയാം, ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ ഞാനല്ല വേറൊരു ആർട്ടിസ്റ്റ് ലുക്മാൻ ഓർ അംബാൻ, അങ്ങനെ നമുക്ക് കുറച്ച് പേരെ അങ്ങനെ പിടിക്കാം. നസ്ലൻ, ബേസിൽ, അങ്ങനെ ഇപ്പോൾ ഒന്ന് സന്ദീപ്, അല്ലെങ്കിൽ അങ്ങനെ ആരും ഇവരെല്ലാം വന്നാലും ഒരു ഡയറക്ടർ വന്നു, ഒരു പ്രൊഡ്യൂസർ വന്നു, ഡയറക്ടർ സ്ക്രിപ്റ്റിൽ ഇവർ സിനിമയിലേക്ക് ജോയിൻ ചെയ്ത് ഇവരൊക്കെ സ്വന്തമായിട്ട് കണ്ട് എല്ലാവരും അങ്ങനെ തന്നെ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം സ്വന്തം സിനിമയാണെന്ന് കരുതി തന്നെ ആ സിനിമയുടെ അത് അവരുടെയും കൂടി ഒരു എന്താ പറയുക, അവരുടെയും കൂടി ഒരു ഇൻപുട്ട് ഉണ്ടാവും. അതല്ലാതെ അവർ ക്യാരവനിൽ നിന്ന് വന്ന് പോയി അഭിനയിച്ച് പരിപാടി കഴിഞ്ഞു എൻ്റെ കാശ് ആ സീനല്ല. ഈ സിനിമയിൽ അവരുണ്ടാവും. അവരൊരു ചെറുതായിട്ടാണെങ്കിൽ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ഒരു മെയിൻ ആഡായിട്ട് ഉണ്ടാവും. ഈ പറഞ്ഞ
അപ്പം അതിനെയും കൂടി കണ്ടുകൊണ്ടൊക്കെയാണ് പ്രൊഡക്ഷനിലേക്ക് നിൽക്കേണ്ടതെന്ന് പറയാം. കാരണം വെച്ചാൽ അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ എടുത്തും എല്ലാം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുവാണെന്നുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളിൽ കൂടെയൊക്കെ കൂടിയും കുറച്ചും കൂടി കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. ഈ സിനിമ നല്ലതാവുന്നില്ലേ, ഇത് ഉദ്ദേശിക്കുന്ന പോലെ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള സംഭവത്തിൽ അറിയാൻ പറ്റും. ശരി. അത് ഇപ്പോൾ ഒരു ഇപ്പം ആകെയുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പ്രൊഡക്ഷനിൽ പെട്ടെന്ന് OTT ബിസിനസ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ട് ഒരു പ്രീ സെയിൽ അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യുമ്പോൾ ടേബിളിലുള്ള പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ലെവലിലേ നടക്കുന്നുള്ളൂ ഇപ്പോൾ. മനസ്സിലായി? അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇത് പോസ്റ്റ് റിലീസ് ബിസിനസ് എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശം. പക്ഷെ അവിടെ ഒരു മിനിമം ഗ്യാരണ്ടികളെല്ലാം ഉണ്ട്. ഒരു മിനിമം എമൗണ്ട് നമുക്ക് എന്തായാലും കിട്ടും റവന്യൂ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചില ഞാൻ വെച്ചാൽ ഒരു സിനിമയെ നമ്മൾ പല രീതിയിൽ വിലയിരുത്തുമല്ലോ. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ തന്നെയാണ്. അത് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അടുത്ത ബസ്സിൽ വീട്ടിലേക്ക് പോകാന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളതാണ് എല്ലാവരും. പിന്നെ അതിന് നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് പുഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളക്ഷനൊക്കെ ബെറ്റർ ആവുമായിരിക്കും. ആവറേജ് എന്ന് പറയുന്നിടത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ മാർക്കറ്റ് ചെയ്തൊക്കെ വന്ന ആ പടത്തിന് നമ്മളൊന്ന് ഇറങ്ങി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എത്തുന്നത്. അപ്പോൾ അത് ഒരു സംഭവം തന്നെ, ഒരു സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, പിന്നെ വീട്ടിലിരുന്ന് റവന്യൂ ഒന്നും ഇരിക്കും എന്നുള്ള റിയാലിറ്റി ഉണ്ട്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 കോടി ബഡ്ജറ്റ് ഇട്ട് ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ 20 കോടി കളക്ഷൻ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൺ അല്ലേ എത്തുന്നുള്ളൂ. കാരണം പ്രൊഡ്യൂസറിന് കിട്ടുന്നത് മേ ബി ലൈക്ക് 50% ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. 50% ഇല്ല, 50% ഇല്ല, 40% മേ ബി. അതിൻ്റെ താഴെ ഇത് കാണുന്ന സീനിയർ ഫിലിം മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ഈ പോഡ്കാസ്റ്റ് കാണുമ്പോൾ ഇവൻ എന്താണ് ഈ പറയണതെന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഇന്നലെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് ഞാൻ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി എടുക്കാൻ വേണ്ടി പുള്ളീനെ മീറ്റ് ചെയ്യാൻ പോയേക്കായിരുന്നു. ഇത് ഇന്ന മാതിരിയാണോ എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോഴും ഇതിൽ ലേണിങ്ങിലാണ്. ഞാനിപ്പോൾ റിലീസിനോട് അടുത്ത പ്രോസസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിൽ കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഷൂട്ടിംഗ് ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷൂട്ടിന് വിട്ടു കൊടുക്കുമായിരുന്നു. ഷൂട്ട് ചെയ്യുക, കണ്ടൻറ്റ് കൊണ്ടുവരിക. പോസ്റ്റ് പ്രൊഡക്ഷൻ ആയപ്പോൾ കുറച്ചും കൂടി ഞാൻ എല്ലാത്തിലും ചോദിച്ചു, അന്വേഷിച്ചു. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിയൊക്കെ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജിലും പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഞാൻ എങ്ങനെയുണ്ടെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എല്ലാ കണ്ടൻറ്റിനും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ടൈമിൽ ഞാൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ജോലി മാത്രമേ പിടിച്ചിട്ടില്ല. പ്രൊഡ്യൂസർ റോൾ എടുത്തിട്ടില്ല. പക്ഷെ അവിടെയാണ് ഒരു പ്രൊഡ്യൂസർ ഒരു ചങ്ക് ഓഫ് എന്താ പറയുക ഫണ്ട് ഇറങ്ങുന്ന സ്പേസ് അവിടെയാണ്. അതുപോലെ ഇപ്പോൾ ഈ ചില പ്രൊഡക്ഷൻ കമ്പനീസിന് അവരുടേതായ ഒരു ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലുവ ഗ്യാങ് ഉണ്ടായിരുന്നു, മട്ടാഞ്ചേരി ഗ്യാങ്. അതുപോലെ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറയുന്നത് അത് പുറത്തുനിന്ന് പറഞ്ഞത്. മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഗ്യാങ് ഇല്ല. അതൊരു വേറെ രീതിയിൽ വിളിച്ച പേരല്ലേ. അത് ഈ അമലേട്ടൻ വന്നിട്ട് അമലേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്ന അസിസ്റ്റൻ്റ് ആയിരുന്നവർ അൻവർക്ക് അതേ സെയിം ടൈമിലുണ്ട്. അവരിൽ നിന്നുണ്ടായവർ, അവരുടെ കൂടെ വന്ന ഫ്രണ്ട്സ്, അവരുടെ അസോസിയേറ്റ്. ഇതിൻ്റെ ഭയങ്കര വിഷയം അമലേട്ടൻ്റെ ഈ ബിഗ് ബിയുടെ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഇപ്പൊ എവിടെയാന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ അവരുടെ കൂടെ അവരുടെ ഫിലിം ഇപ്പൊ റഹ്മാനൊക്കെ വന്നിരിക്കുന്നത് നിസാം ബഷീർ, അന്ന് നിന്ന സൗബിന്റെ അൻവറിൽ നിന്ന സൗബിന്റെ പറവേല അസോസിയേറ്റ്സ് ആയിരുന്നു നിസാം ബഷീർ റഹ്മാനൊക്കെ. ഇപ്പം നിസാം ബഷീർ റഹ്മാൻ വന്നിരിക്കുന്ന സ്പേസ്. അപ്പം കുറേ പേര് അപ്പം അത് ഒരു ഇത് ഇപ്പോൾ ഷൈജുക്ക, ജോമോണ്ടി ജോൺ, ഗിരീഷ് ഗംഗാധരൻ, പാപ്പിനോ, അങ്ങനെ ഇതൊരു അവരൊരു വലിയ ഒരു സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു ക്രൂ ആണ്. അത് ആ ഒരു സെറ്റപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കൊച്ചി ക്യാമ്പ് ചെയ്ത് വരുമ്പോൾ മട്ടാഞ്ചേരി എന്നുള്ള അങ്ങനെ വിളിച്ചേക്കുന്നതായിരിക്കും. അത് അങ്ങനെ വിളിപ്പേര് ആർക്കിടയിലും ഇല്ല കേട്ടോ. കൊച്ചി ഗ്യാങ് എന്നൊക്കെ വിളിക്കുന്നത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ കൊച്ചിയിലാണ് എല്ലാ സിനിമാക്കാരും ഇപ്പോൾ കൊച്ചിയിൽ സ്റ്റുഡിയോ. ഞങ്ങൾ ആക്ച്വലി അൻവർക്കാടെ പടമല്ല ചെയ്തത്, അൻവർക്കാടെ പടം ചെയ്തവരാണ്. അപ്പം പിന്നെ അൻവർക്കാണല്ലോ പ്രേമം പ്രൊഡ്യൂസർ. നേരം ആദ്യത്തെ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ അൽഫോൺസ് ഒറ്റയ്ക്ക് ഇടുന്നതാണ് ആദ്യത്തെ പടം. പ്രേമം 10 വർഷമായി, നേരം 12 വർഷമായി. അപ്പം ആ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റയ്ക്ക് തന്നെ ചെയ്ത സിനിമയാണെന്ന് പറയാം. കാരണം അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ അന്നൊരു വലിയ ബാനറല്ല, അബിയേട്ടൻ എന്ന് പറയുന്ന ചേട്ടനൊക്കെ ആയിരുന്നു അത് ചെയ്തത്.
നിങ്ങളൊരു ഫോട്ടോ കണ്ടിരുന്നു 10 വർഷമായ നിവിൻ പോളി. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നില്ല. അൽഫോൻസ് പുത്ര. അൽഫോൺസ് ചെന്നൈയിലാണ്, അവനെല്ലാം അങ്ങനെ വരില്ല. ഓക്കെ. പുള്ളിക്കാരൻ്റെ ഒരു മൂവി കാണോ? പിന്നെ ഉറപ്പായിട്ടും പുള്ളി വർക്ക് ഷർഫൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മൂവി കാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പറയും, അല്ലാതെ ഞാൻ എന്താ പറയാ. അല്ല, പുള്ളിക്കാരൻ്റെ ഒപ്പം നടക്കുമ്പോൾ ഇപ്പോൾ 3 മൂവിയെ ചെയ്തിട്ടുള്ളൂ. ചില ഡയറക്ടേഴ്സ് ഒരുപാട് സിനിമ ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഷർഫൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അൽഫോൺസ് പ്രേമത്തിന് ശേഷം ഗോൾഡ് ചെയ്തത് അതാണോ? അതെ അതെ, കുറേ ടൈം എടുത്തിട്ടാലും. അൽഫോൺസ് പറയുന്നത് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഇവിടെ വന്നത് എന്നൊരു ചോദ്യമുണ്ട്. സിനിമ ഡയറക്ടറാണ്, ഓക്കെ, നിങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവായിരിക്കും, പക്ഷേ എനിക്ക് സിനിമ മാത്രമാണോ ഉള്ളത്? ഞാൻ ഭയങ്കര ഇതായിട്ട് പറയണം, എന്താ പറയുക, ഇപ്പം എനിക്കതിന് പെർമിഷൻ ഉണ്ടോയെന്ന് പോലും അറിയില്ല. അൽഫോൺസ് കുഞ്ഞുങ്ങളുണ്ടായി അവരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുക, അവർ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവരിക, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇതിലെല്ലാം ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാണ്. ഓക്കെ, പുള്ളിയുടെ കാര്യത്തിൽ ചില്ലാണ്. ഓക്കെ, അങ്ങനെ പുള്ളി കുറച്ച് സ്മൂത്തായി പറ്റും. പിന്നെ ഗോൾഡിനോട് അടുപ്പിച്ച് ആ പ്രേമം ടു ഗോൾഡ് വരെയുള്ള ഗ്യാപ്പില്ലേ, അത് പുള്ളിയുടെ മനഃപൂർവ്വമായിട്ടുള്ള ഗ്യാപ്പാണ്. പുള്ളി അത് ആ സമയം എടുത്തിരിക്കുന്നതാണ്. ഗോൾഡ് പെട്ടെന്ന് ഈ കോവിഡ് വന്നപ്പോൾ പുള്ളി ഒരു പടം ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തു. വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന ഈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ അകത്തുള്ള ആ വീട് പോലും ഞങ്ങൾ പെറ്റ് ഡിറ്റക്റ്റീവിന് വേണ്ടി ആദ്യം എടുത്തിട്ട വീടാണത്. ആ വീട്ടിലാണ് ഗോൾഡ് ഷൂട്ട് ചെയ്തത്. ജോഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ വീടായിട്ടുള്ളത് ആലുവയിൽ തന്നെ. അപ്പം അത് പെട്ടെന്ന് ആ എഫക്റ്റിൽ പെട്ടെന്ന് വന്ന് അവിടെ വച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ചെറിയ പരിപാടിയുടെ അത് പുള്ളി ഒട്ടും പുറത്തേക്ക് പോയിട്ടില്ല സിനിമ ചെയ്യാനോ അങ്ങനെ അൽഫോൺസ് ഡിസൈൻ ചെയ്യുന്ന ആളല്ല. പുള്ളി ചെറിയ സിനിമ, പക്ഷെ ജനങ്ങൾക്ക് അതൊരു വലിയ സിനിമയായിരുന്നു. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വേറെ ആയിരുന്നു. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അതിലിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതില്ല. എന്താ പറയുക, പിന്നെ തോന്നലല്ലേ സിനിമ, എൻ്റെ സിനിമ ഇങ്ങനെ മതി എന്നൊക്കെ പറയുന്ന തോന്നലുകളൊക്കെ ഉണ്ടാകാം ചിലവർക്ക്. അങ്ങനെ അതൊക്കെ ചിലരുടെ ഒരു ചിന്തയാണ്. അപ്പം ആ ചിന്ത ബഹുമാനിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് അയാളുടെ ഉള്ളിലുള്ള ഫിലിം മേക്കറോ അയാൾ എത്രത്തോളം ഈ പരിപാടിയിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു പെറ്റ് ഡിറ്റക്റ്റീവ് സ്വാഭാവികമായിട്ട് ഒരുപാട് ആനിമൽസ് ഉണ്ടാവുമല്ലോ. കുറച്ച് ആനിമൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആനിമൽസ്? റിവീൽ ചെയ്യണ്ടല്ലേ? റിവീൽ ചെയ്യാൻ അങ്ങനെ എനിക്ക് തോന്നുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് നിങ്ങൾ കാണിക്കാതെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വിഷ്വല് തരാം. എൻ്റെ ഫോൺ തരാമോ? പെറ്റ് ഡിറ്റക്റ്റീവ് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ട്? എന്തുണ്ടെങ്കിലും അത് ഇപ്പോൾ ഇതിന് ഉത്തരവുണ്ട്. ഇതെപ്പോഴും ടെലികാസ്റ്റ് പടത്തിനൊരു ആഴ്ച മുന്നേ ചെയ്യാം. അത് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പല്ലേ. ഒരാഴ്ച മുമ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കോണ്ടന്റ് ഇറക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് ലെവൽ കട്ട് പ്ലേ ചെയ്തു. നൈസ്. ഷെൽഫ് ഖാൻ്റെ ഒരു ടിപ്പിക്കൽ കോമഡി നമുക്ക് പ്രതീക്ഷിച്ചതാണ്. നമ്മൾ വിചാരിച്ച സംഭവമല്ല, അത് കാണിച്ചു തന്നത് നന്നായി. എനിക്ക് ജിം കാരിൻ്റെ റോളിലോട്ടാ പോയതില്ല, മൃഗങ്ങളോ അല്ല. ഓക്കെ, പക്ഷെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ആരെയും റിവീൽ ഞാൻ അനുപമയും മാത്രമാണ് റിവീൽ ആയിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും സസ്പെൻസ് ആണ്. അപ്പോൾ ഇത്രയുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക പരിപാടി എന്നുള്ള ഞങ്ങളൊരു എക്സ്പെക്ടേഷൻ ഒരു മൃഗയ ലെവലിലൊക്കെ മൃഗങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന മൃഗങ്ങളെ ഞങ്ങള് അതൊക്കെ നോക്കി മുമ്പേ ഏതൊക്കെ മൃഗങ്ങളെ വെച്ചുള്ള മൂവീസ് ഇവിടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ആക്ഷൻ കോമഡി എന്റർടൈനർ എന്നുള്ള ഗ്യാങ്സ് കോമഡീസും പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ അകത്തൊരു പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കഥയിലെ പ്ലോട്ട് തിരിക്കുന്നതിൽ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് സിനിമയുടെ ഡിസൈൻ. അപ്പം കുറേ പെറ്റ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ പെറ്റ്സ് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമയല്ല.
പക്ഷെ ഇന്നൊരു അനിമേഷൻ ഇന്നൊന്നല്ല അത് അതിൻ്റെ അകത്തൊരു പാട്ട് നമ്മൾ ഇറക്കി വിട്ടപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാർഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയൻസ് ആയിട്ട് കണ്ടത് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ KG പിള്ളേർ അവർക്ക് കാണാവുന്ന ഒരു കണ്ടന്റ് കൊടുക്കുക ഫസ്റ്റ് തന്നെ എന്നുള്ളതാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ഇനി വരുന്നതിൽ നമ്മൾ അങ്ങനത്തേക്ക് പോയിട്ട് പതുക്കെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇത് ലാസ്റ്റ് കണ്ടിട്ടാണ്. ചിലപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ റിലീസ് ചെയ്യും, ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ റിലീസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം ഞാൻ ബസ്സിനനുസരിച്ച് മാത്രമായിരിക്കും ഈ കണ്ടന്റ് ഇറക്കി വിടുമെന്ന് തീരുമാനിക്കും. ഒരു ഡൗട്ട് ഒരു മൂവി ഇറക്കുമ്പോൾ എത്ര ട്രെയിലേഴ്സ് അവർ കാണിച്ചു തരും? ലൈക്ക് നിങ്ങൾക്ക് ഒരു എഡിറ്റർ ഒരു ഫൈനൽ ട്രെയിലറായിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാണോ, അതോ 2-3 ഓപ്ഷൻസ് തരുമോ ചൂസ് ചെയ്യാൻ? എഡിറ്ററോ? ഇല്ല, നമ്മൾ ട്രെയിലറെല്ലാം നമ്മൾ വേറെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പം അവർ ടീസർ കട്ട് ചെയ്ത് ഒരു ടീസർ കട്ട് ചെയ്യുന്ന ടൈമിന് ടീസർ കട്ട് ചെയ്ത് തരും, ട്രെയിലർ കട്ട് ചെയ്ത് തരും. അത് ചിലപ്പോൾ എഡിറ്റർ ആയിരിക്കില്ല ചെയ്യുന്നത്, അത് ചിലപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുമായിരിക്കും ചെയ്യാൻ. അപ്പം അങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ എൻ്റെ ചെയ്യുന്നത് കട്സില്ല എന്ന് പറയുന്ന കമ്പനിയാണ്. അഭിനവിൻ്റെ തന്നെ അസോസിയേറ്റ് ആണ്, അവരാണ് ഇതിൻ്റെ ടീസർ ആൻഡ് എഡിറ്റ്. അപ്പം നമുക്ക് ഒരു ടീസറും ഒരു ട്രെയിലറും കൊടുക്കുക എന്നുള്ള മ്യൂസിക് കമ്പനിയായിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. മ്യൂസിക് കമ്പനിക്ക് നമ്മളൊരു ട്രെയിലറും ടീസറും കൊടുക്കുക, പാട്ടുകൾ എത്രയാണോ കമ്മിറ്റ് ചെയ്തേക്കുന്നത് അത്രയും കൊടുക്കുക. അത് വേറൊരു ഡീലാണ്. അത് എത്ര ടൈം എടുക്കും? അവർ ആ മൂവി എൻ്റയർ മൂവി കാണണ്ടേ? ആര്? ഈ ടീം, ഇത് ചെയ്യുന്ന ടീം. ഇപ്പോൾ ട്രെയിലറൊക്കെ ചെയ്യും, ട്രെയിലർ ചെയ്യുന്നവർ കാണും, പടം കാണും. അപ്പോൾ അവർ പടം കണ്ടതിന് ശേഷമാണത് എന്താ പറയുക കട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പടത്തിൻ്റെ സസ്പെൻസ് ഒന്നും പോരുന്നില്ല, അവർ അതിനെ ഇത് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അല്ല, മ്യൂസിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ മ്യൂസിക് റൈറ്റ്സും ഒരു റവന്യൂ സോഴ്സ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഷൂട്ടിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എത്ര കാലം എടുത്തു ഷൂട്ടിംഗ് ഫേസ് മാത്രം? കഴിഞ്ഞ വർഷം April 25. ഓക്കെ, കഴിഞ്ഞ വർഷം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡിലേ വന്നോ? ബ്രേക്ക് ഉണ്ടായിരുന്നു? മഴ പെയ്ത് പിന്നെ എന്താ പറയുക, അങ്ങനെ ഷെഡ്യൂൾ ബ്രേക്കുകളായി. നമ്മൾ നവംബറൊക്കെ ആയപ്പോഴാണ് നമുക്ക് പടം ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ടൈമും എടുക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പടക്കളം ചെയ്യാൻ പോയി. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക അപ്പം പിന്നെ കുറച്ച് സമയം അതിലേക്കൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ആ രീതിയിൽ കുറച്ച് പീസ്ഫുള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഇറക്കണം എന്നുള്ള തോന്നലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഒരേ ടൈം ഫ്രെയിമിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. പടക്കളത്തിൽ ക്യാരക്ടറെ പറ്റിയിട്ട് ഞാൻ പെറ്റ് കഴിഞ്ഞിട്ടാണ് പടക്കളം, എൻ്റെ ഷൂട്ടും പോർഷനും കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ക്ലാഷ് വരാറില്ല? ഒരേ ക്യാരക്ടർ ഒരേ ടൈമിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇനി മറ്റുള്ളവർ പറയാൻ പറ്റും എല്ലാം ഒരേപോലെ ഇരിക്കണ്ടല്ലോ എന്ന് നടക്കുന്നിടത്ത് നമ്മൾ തിരിച്ച് അല്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. ഇക്കാൻ്റെ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, മറ്റേ ഗിരിരാജൻ കോഴിയിട്ട് വരത്തൻ. വരത്തൻ എനിക്ക് ഫഹദ് ഫാസിലിനെ നല്ല ഇഷ്ടമുള്ളൊരു നടനാണ്. പക്ഷെ ആ വരത്തൻ കണ്ടന്ന് ഞാൻ ഇക്കാൻ്റെ അഭിനയം ഞാൻ സമ്മതിച്ചതിന് സത്യം അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വരത്തൻ ആക്ച്വലി ഭയങ്കര ഇത് അമലയുടെ അങ്ങനെ കണ്ടു. ഞാൻ എന്നെ കണ്ടില്ലായിരുന്നു അങ്ങനെ. പക്ഷെ പുള്ളി അത് കണ്ടോടത്ത് പുള്ളിക്ക് തന്നെ എൻ്റെ എല്ലാ രീതിയിലുള്ള ക്രെഡിറ്റ്. ശരി, അതെനിക്കൊരു പേരെടുത്ത് തന്നല്ലോ. ഓക്കെ, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം തന്നല്ലോ. പുള്ളിക്കാൻ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണത്, ഈ ഒരു കോമഡി റോൾ നിങ്ങൾക്കുള്ള ഒരു അല്ല. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ അമലനെ വിളിച്ചു, പരിപാടിയൊക്കെ പറഞ്ഞു. അപ്പം മഷർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്, മഷർ ഹംസ. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയുന്നു, പറഞ്ഞ് ഓക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം എനിക്ക് എൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ. ഞാൻ വേറെ പ്രോബ്ലമായിട്ട് ഞാനിപ്പോൾ വില്ലൻ ചെയ്യണോ ഞാനിത് ചെയ്യണോ എന്നൊക്കെ ഞാൻ കൺഫ്യൂഷൻ. അമലേട്ടനും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി പോട്ടെ, ഇവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവനിത് ശരിയാവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളിലുണ്ടാവും. പക്ഷെ പുറത്തേക്ക് പക്ഷേ മഷർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കോസ്റ്റ്യൂം ട്രയൽ വെച്ചിട്ട് കോസ്റ്റ്യൂംസ് ഇട്ട് നോക്കിയിട്ട് അങ്ങനെ മഷർ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുകയായിട്ട് ചെയ്തു എൻ്റെ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മതി എന്നുള്ള തീരുമാനം പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതുവരെ പുള്ളിക്ക് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ അന്നാണ് പുള്ളിക്ക് മാറിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെക്ക് ഷർട്ടും മറ്റേ ജീൻസൊക്കെ ഇട്ടിട്ട് മറ്റേ കുറെ താടിയൊക്കെ വെച്ചിട്ടുള്ള സാധനം. ശരി. അല്ല, ഷറഫ് ഖാൻ്റെ പ്രിഫറൻസ് എന്താണ്? കോമഡി ഓർ സീരിയസ്? ഇതാ അറിയാം, കോമഡിക്ക് സന്തോഷം തരാൻ പറ്റും. പിന്നെ ഞാനിതിൽ പറയാന്ന് വെച്ചാൽ ഞാനിപ്പം 5ാം പാതിര കഴിഞ്ഞിട്ട് ഞാൻ പടക്കളം ചെയ്തപ്പോഴേക്കും
ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ സിനിമ ചെയ്തല്ലോ, നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഹലോ മമ്മി ഒക്കെ പടക്കളമൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചും കൂടി വീണ്ടും ആ പെട്ടെന്ന് എല്ലാവരിലേക്ക് ആ ഒരു ഇത് വീണ്ടും വന്നത്. അപ്പോൾ എൻ്റെ കംബാക്ക് മൂവിയാണ് പടക്കളം എന്നൊക്കെ ഞാൻ പലരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇത്രയും കഴിഞ്ഞ 4 വർഷത്തെ ഗ്യാപ്പിൽ ചെയ്ത പടങ്ങളൊക്കെ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പം അപ്പോൾ ഈ കോമഡി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഭയങ്കര വർക്കാണ്. കോമഡി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോമഡി കാണാൻ ഓക്കെയാണ്, ആൾക്കാർ മറ്റു ജനത്തിന് ഓക്കെയാണ്. അപ്പോൾ കോമഡി പിന്നെ എനിക്കും ചെയ്യുമ്പോൾ സുഖമാണ്. നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യുന്ന ചിന്തകളും എല്ലാത്തിലും കോമഡി ഉണ്ടാവും. അപ്പം നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര ഓണായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ട്രോമ എനിക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഏതാ സിനിമ ഓക്കെ ആണോ? അല്ല അങ്ങനെയല്ല, ട്രോമ കിട്ടിയെന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ ക്യാരക്ടർ അഭിനയിച്ച ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ടോ? അത് വീട്ടിൽ കൊണ്ടുപോയെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ ഞാൻ ആ സമയത്ത് 5-ാം പാതിര 5-ാം പാതിര പ്രശ്നമൊന്നുമില്ല. 5-ാം പാതിരയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നു, പരിപാടി പിടിക്കുന്നു, പോകുന്നു. അത് ചെറിയ ഗ്യാപ്പുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ക്യാരക്ടർ പരിപാടികളിൽ ഒരു ധാരണയുണ്ട്. എനിക്ക് ആർക്കറിയാം എന്ന് പറഞ്ഞ സിനിമയിൽ അതൊരു വീടാണ്. ഓക്കെ. ആ വീട്ടിൽ ഞങ്ങൾ 3 പേരുള്ളൂ. ആ വീടിൻ്റെ അകത്ത് എൻ്റെ അമ്മായിപ്പൻ എനിക്ക് മുമ്പുള്ള മരുമോനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടേക്കുവാണ്. അവൻ പോക്കൃത്തരം കാണിച്ചിട്ട്. ഞാൻ ഓൾറെഡി വന്നിരിക്കുന്നത് ബോംബെ നിന്നാണ്. അപ്പം എൻ്റെ ക്യാരക്ടറിന് ഇത്ര ചിന്തയൊന്നുമില്ല. എൻ്റെ ക്യാരക്ടറിന് ചിന്തയില്ല, പക്ഷെ എൻ്റെ ചിന്തയിൽ ഇയാൾ എൻ്റെ അടുത്ത് റിവീൽ ചെയ്യാണ്, ലൈക്ക് അഗസ്റ്റിനെ തട്ടി അകത്തിട്ടെന്നൊക്കെ പറയുന്ന സിനാരിയോ ഉണ്ടല്ലോ. ഓരോരുത്തരെ കൊന്നിട്ട് എൻ്റെ ചിന്തയിൽ ഇത് എന്നെ ഇയാൾ തട്ടുമോ, ഓക്കെ എന്നെ തട്ടുമോ, ഇനി അതാണോ അയാൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളാണെങ്കിൽ തല പൊക്കി അധികം സംസാരിക്കുന്നുണ്ട്, ഇയാൾക്ക് നല്ല കള്ളത്തരമുണ്ട്. അപ്പം ഇയാള് അങ്ങനെ എന്തെങ്കിലും ഇയാൾ പ്ലാനിലുണ്ടോ, ഇതൊക്കെ എൻ്റെ ചിന്തയിൽ ഞാൻ ഇട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ക്യാരക്ടർ. അപ്പം ഞാൻ ഈ എൻ്റെ ചിന്ത ഇടയ്ക്ക് കൊണ്ടു മറ്റേ സാനിച്ചാൻ്റെ അടുത്ത് കൊണ്ടുപോയി പിച്ച് അതൊന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അത് നമ്മളിങ്ങനെ ഒരു ക്യാരക്ടർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം ചിന്തിക്കുന്നു പറയാം. അത് മാത്രമല്ല കോവിഡ് ടൈമാണ്, നമ്മൾ ഷീൽഡൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത പടമാണ്, മറ്റേ ഭയങ്കര പാടാണ്. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക, ചില സമയത്ത് അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് ഡാർക്ക് ക്യാരക്ടേഴ്സ് കുറേ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അവന് കുറേ നോ പറഞ്ഞു, ഒരു 10-12 സിനിമകളോടും ഞാൻ നോ പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ ആ നോകളെല്ലാം കേട്ടപ്പോൾ പൊതുവായിട്ട് ഇയാളിപ്പോൾ എല്ലാത്തിനും നോയാന്നുള്ള ട്രെൻഡായി. അപ്പം പിന്നെ കുറച്ച് സിനിമ കുറഞ്ഞു. കാരണം വരുന്നത് എന്നെ പെട്ടെന്ന് ഇപ്പം എനിക്ക് കോമഡി വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വില്ലൻ വരുന്നുണ്ട്. ഞാൻ ഒരു 5 വില്ലൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പുള്ളി നിർത്തി എന്ന് പറയുള്ളൂ. അതാണ്. ഇനിയിപ്പോൾ വില്ലനായിട്ട് ഉടനെ ഒരു പടം വരുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി വില്ലനായിട്ട് കാണാനാണ് എനിക്ക് ഗിരിരാജ് കോഴിനെ ഇഷ്ടം. അല്ലേ, ഗിരിരാജ് കോഴി കോഴി ഐറ്റംസ് ഉണ്ടോ? കോഴി ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്. കോഴി ഐറ്റമിൻ്റെ ഒരു പീക്ക് വരുന്നുണ്ട് കേട്ടോ, കട്ട പീക്ക് വരുന്നുണ്ട്. അത് ചെയ്തിട്ടൊക്കെ ഷൂട്ട് തുടങ്ങുന്നുള്ളൂ. ഗിരിരാജ് കോഴിനെ ചെറുതായിട്ട് കുക്ക് ചെയ്ത് തിന്നുമെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡിസൈൻ അതാണ്, ഞാൻ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അതാണ് ശരിക്കും ഒരു ചേഞ്ച് വരുത്തിയൊരു ക്യാരക്ടർ ജീവിതത്തിൽ അല്ലേ? അത് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂള് അവിടുത്തെ ഒരു പോപ്പുലർ കോളേജിൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ സ്കൂൾ എന്ന് വെച്ചാൽ നമ്മുടെ 11th 12th. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കൂളിൽ തന്നെയൊക്കെ ഓക്കെയാണ്. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വിമൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അപ്പുറത്ത് തന്നെ വിമൻസ് കോളേജ്. ആ ഭാഗത്ത് ഇതൊക്കെ തന്നെയായിരുന്നു. കുറേ പേര് കണ്ടു പരിചയം. പിന്നെ ഈ കുറേ മ്യൂച്വൽ ഫ്രണ്ട്സിലൊക്കെ കുറച്ച് പേര് ശരിക്കും എക്സാക്ട് ഇയാളുടെ കോസ്റ്റ്യൂം ചെയ്യുന്ന ഒരാൾ ആലുവയിലുണ്ടായിരുന്നു. മജന്ത ഷർട്ടിന്റെ കളറൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഒരു ഡൂഡുണ്ട്. കുതിരപ്പുറത്ത് വന്ന ഡൂഡുണ്ട്. ആ കോട്ടിട്ട ഡൂഡുണ്ട്. അതൊക്കെ വെവ്വേറെ ആൾക്കാരാണ്.
ഇത് ശരിക്കും ഞാനാന്നൊക്കെ പറഞ്ഞു വരുത്തിണ്ടായിരുന്നു കുറച്ച്. ശരിക്കും ഷറഫുദ്ദീൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ കാലം, അങ്ങനെയൊക്കെ പറയാം എല്ലാവരും ശ്രദ്ധിച്ചു. ഓക്കെ. അപ്പം അങ്ങനെ. പക്ഷെ ഞാനിപ്പോൾ അബുദാബി പോയപ്പോൾ ഇതിലൊരാളെ കണ്ടു. പുള്ളി എന്നെ വിളിച്ച് ഭക്ഷണമൊക്കെ മേടിച്ചു തന്നിട്ട്, എന്നെ നിങ്ങൾ കളിയാക്കിയതാണോ അതോ നിങ്ങൾ ഇൻസ്പയർഡ് ആയതാണോ? ഇൻസ്പയർഡ് ആയത് കളിയാക്കിയതല്ലോ. അല്ലല്ലോ, കളിയാക്കിയതൊന്നല്ലോ, ഇങ്ങനെ ആ ബാക്കിയുള്ളവർക്ക് അറിയില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. പുള്ളി ഓരോരുത്തർക്കും ഓരോ ടെൻഷനാണ്. അതൊക്കെ വന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട് ഇത് വലിയ പ്രശ്നമായിട്ട് കിടക്കും അവർക്കൊക്കെ. ചിലരതാ വിമാനത്തോട് കൂടി ഞാനായിരുന്നു കേട്ടോ, ആരെങ്കിലും അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞ ഒരു കൂടുപാട്. അപ്പോൾ അങ്ങനെ സാധനം ഷറഫുക്കാക്ക് ഏതെങ്കിലും റിയൽ ഈവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഏതെങ്കിലും മൈൻഡിലുണ്ടോ? ലൈക്ക് നമ്മൾ റീസെൻ്റ്ലി നടന്ന എന്തെങ്കിലും സംഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്ത് നടന്ന സംഭവം, കേരളത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ, അങ്ങനെ ഏതെങ്കിലും എന്താ അറിയോ? അല്ല, അതായിരിക്കുമല്ലോ ത്രെഡ്. അത് നമ്മളിപ്പോൾ പറയാമോ? ചോദിക്കുക. പിന്നെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് ഈയിടെയായിട്ട് അങ്ങനത്തെ മൂവീസ്. അത് എന്താ വെച്ചാൽ അത് ഭയങ്കര സത്യമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ റിയൽ സ്റ്റോറി ആയിട്ട് കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സൂപ്പർ ഫാൻറ്റസി എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ നോർമൽ ഇതില്ലേ, അതിൽ ഭയങ്കരമായിട്ട് സിനിമകളില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടക്കാലത്ത് കണ്ട പ്യുവർ ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ടായിരുന്നു. അതെവിടെയോ ഒന്ന് ചെറുതായിട്ട് മിസ്സാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. നമ്മളെ മലയാളം ഓഡിയൻസ് ഇങ്ങനത്തെ പടങ്ങൾക്ക് മാത്രമാണ് സൂട്ടഡ് എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇത്രക്കൊരു ക്രിയേറ്റിവിറ്റി, അതായത് ഇപ്പോൾ ഹോളിവുഡ് ലെവൽ മൂവീസ് ഒക്കെ ഇന്ത്യയിൽ എന്ത് വെച്ച് കൊടുത്താലും എടുക്കും എന്നാണ് വിശ്വാസം. അത് നമ്മൾ വേറെ ലെവലാണ്. പക്ഷെ നമ്മുടെ ഓഡിയൻസ് ചിലരുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും, പക്ഷെ നമ്മളെല്ലാം പിടിക്കും. നമുക്ക് ടോപ്പിലോട്ട് വരാൻ പറ്റും. എനിക്കിപ്പോൾ തോന്നുന്നപ്പോൾ ബോളിവുഡ് ഫസ്റ്റ്, തെലുങ്കു സെക്കൻഡ്, തമിഴ് നമ്മൾ നാലാമത്തെ അല്ലേ? ബോളിവുഡ് പേപ്പറിലാണ് ഫസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ടോളിവുഡ് അല്ലേ? തെലുങ്കല്ലേ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആണല്ലേ? തെലുങ്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പേഴ്സിൽ തെലുങ്കാവും. നമ്പേഴ്സിൽ തെലുങ്കാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ? What do you think? മലയാളത്തിനാണ് ലോകത്ത് പോയ പോക്ക് കണ്ടില്ല. ഇപ്പോൾ നമ്മളുടെ സിനിമകളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന പോസ്റ്റ് എന്താ, എംപുരാൻ, തുടരും, മഞ്ഞുമൽ ബോയ്സ്, ലോക, 4 പടങ്ങൾ നമ്മൾ 250 കോടികളിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 2 സിനിമ ലാലേട്ടനുള്ള സിനിമയാണ് നമുക്ക് നോക്കാം. 2 സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ നമ്മൾ എന്താ പറയുക, സിനിമയാണത്. അത് സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് കയറി പോകുന്നല്ലേ, നല്ല കാര്യമാണ്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഭയങ്കര എല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. എല്ലാവർക്കും ഭയങ്കര വലിയ വലിയ പടങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹം. ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരുപാട് പേര് റൈറ്റേഴ്സൊക്കെ ഉണ്ടാകും, പുതിയതായിട്ട് വരാനിരിക്കുന്ന ആൾക്കാരെ ഈ ഫീൽഡിലോട്ട്. അപ്പോൾ ഷറഫ് ഖാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിനെ സമീപിച്ച ഉറപ്പായിട്ട് ഞാൻ നേരത്തെ ആദ്യം വന്ന് പറഞ്ഞ ആ ഒരു അഭിപ്രായമാണ് എനിക്കിതിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കുന്ന സിനിമകളെന്നൊക്കെ പറഞ്ഞ സങ്കല്പത്തിനോട് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ പിടിക്കാൻ പ്ലാനില്ല. എന്ന് വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് സിനിമകൾ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ആവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എക്സൈറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് വേണ്ട എല്ലാം ചെയ്ത് സംഭവിക്കാവുന്ന ഒരു നല്ല പ്രൊഡ്യൂസറായി ഞാൻ മാറട്ടെ എന്ന് നമുക്ക് പടച്ചോനോട് ദുആ ചെയ്യാം. ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ റോൾ മോഡലായിട്ടുണ്ടോ ഈ ഫീൽഡിലിട്ട്? ലൈക്ക് ഈ ഒരാളെ കണ്ടിട്ട് ഓക്കെ ഇതുപോലൊരു പ്രൊഡ്യൂസർ ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? മേ ബി ആക്ടേഴ്സ് ഇപ്പോൾ ഒരുപാട് നല്ല പ്രൊഡ്യൂസറാണ്. അൻവർക്ക് അടിപൊളി പ്രൊഡ്യൂസർ. എന്താ പുള്ളിക്കാരൻ്റെ കണ്ടിട്ട് നല്ല ക്വാളിറ്റി? പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നതും നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നതും സിനിമയുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ പുള്ളി അപ്പം ആവേശമൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവേശം അതും കൂടി ഉണ്ട്. പക്ഷെ ആവേശമൊക്കെ എത്രയും ആളെ ക്രൗഡെല്ലാം കൂട്ടിയിട്ട് ചെയ്തൊരു സിനിമയല്ലേ. കുറേ ദിവസം ഷൂട്ട് ചെയ്തു, 140 ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അന്ന് ചെയ്യുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സും വലിയ സിനിമയാണ്. പ്രേമാണ് ഇച്ചിരി ചെറിയ സിനിമ എന്ന് പറയുന്നൊരു ഇതാണ്. ഇപ്പോൾ ട്രാൻസ് ഒരു വലിയ സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ വിഷ്വലും പരിപാടിയൊക്കെ കണ്ടാൽ നമുക്കറിയാം ട്രാൻസ് വിഷ്വലേക്ക് ഭയങ്കര വലിയ സിനിമയാണ്. അപ്പം അൻവർക്ക് ആസ് എ പ്രൊഡ്യൂസർ ഇപ്പോൾ പ്രാവൻകുടി ഷാപ്പ് എല്ലാ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ഭയങ്കര അടിപൊളി പ്രൊഡ്യൂസറാണ്. എനിക്ക് അത്ര അറിയുള്ളൂ കേട്ടോ. വേറെ പ്രൊഡ്യൂസറൊക്കെ ബാക്കി പ്രൊഡ്യൂസർമാർക്ക് വിഷമം വരുത്. അടുത്തൊരു അൻവർക്ക് ആവട്ടെ. അല്ല, അങ്ങനെ വേണ്ട. അതൊക്കെ എനിക്ക് ട്രോഫിയായി മാറുന്നില്ല.
അൻവർക്ക് ഭയങ്കര കലക്കം ഫിലിം മേക്കറും കൂടിയാണ്. എൻ്റെ നോളജ് ഉണ്ട്. വർഷങ്ങൾ എന്ന് വെച്ചാൽ 2002 മുതൽ സിനിമയിൽ വന്ന ഒരാളാണ്. ഞാൻ 2012 സിനിമയിൽ വന്ന ഒരാളാണ്. അദ്ദേഹം കുറേ കാലം ഡയറക്ടറായിട്ട് നിന്ന് ഒരുപാട് പരിപാടികൾക്ക് ശേഷം രാജമാണിക്യവും അണ്ണൻ തമ്പിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വന്നത്. അപ്പോൾ ആ വിവരത്തിലേക്ക് എക്സ്പീരിയൻസിലേക്കൊക്കെ എത്താൻ ഭയങ്കര വരും. ഫ്യൂച്ചറിൽ അങ്ങനെ നല്ലൊരു പ്രൊഡ്യൂസർ ആവട്ടെ. നല്ല പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് എൻ്റെ ബാനർ, എൻ്റെ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന ആ വേർഡിനേക്കാളും എനിക്ക് ആ ഒരു വ്യക്തിയുടെ സിനിമ എന്നുള്ള സീനിൽ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന അതാണ് എനിക്ക് കുറച്ചും കൂടി നൈസായിട്ട് തോന്നുന്നത്. ഭയങ്കര വലിയ പടങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര പരിപാടികളോ ഞാൻ പിടിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഞാനില്ലാത്ത ഞാനില്ല, എനിക്ക് ആ സിനിമയിൽ വേണമെന്നില്ല, പക്ഷേ ഞാൻ കുട്ടി സിനിമകളൊക്കെ പിടിക്കാൻ പ്ലാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ചില സിനിമകൾ ഇപ്പോൾ ഈ അടുത്തുള്ളതൊക്കെ കണ്ട പേര് പറയുന്നില്ല. അപ്പോൾ ആ സിനിമകളൊക്കെ കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഒരു പ്രൊഡക്ഷൻ്റെ ഒരു പുഷും കൂടി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായിരിക്കും ആസ് എ പ്രൊഡ്യൂസർ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കറക്റ്റ് ഞാനിപ്പോൾ പറഞ്ഞതിൽ അതാണ് കറക്റ്റ് ഭാഗത്ത്. ഇപ്പം ഞാൻ ചില സിനിമകൾ കാണുമ്പോൾ അതിലൊരു പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവേണ്ടിയിരുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചിരുന്നെങ്കിൽ. ആ പുഷ് എങ്ങനെയാണ് കറക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്? ഏത് രീതിക്ക്? അത് ബഡ്ജറ്റിലാണ്. ബഡ്ജറ്റാണോ? അത് ബഡ്ജറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്നെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് കൂടി ഉണ്ട്. ആ ബഡ്ജറ്റിന് മേലെ എന്നെ വെച്ച് സിനിമ എടുക്കുമ്പോൾ റിസ്ക് ആവുകയാണ്. അതിപ്പോൾ വേറൊരു ആക്ടറെ വെച്ചെടുക്കുമ്പോൾ അതുപോലെ ഇപ്പോൾ ബേസിലിനെ വെച്ചോ അല്ലെങ്കിൽ വേറൊരു ആക്ടറെ വെച്ചെടുക്കുമ്പോൾ അതിനൊരു ബഡ്ജറ്റുണ്ട്. അതിന് മേലെ അവരും റിസ്ക് ഉള്ളൊരു ഫിഗറിലേക്ക് പോകും. അപ്പം ആ റിസ്ക് ഇല്ലേ, ആ റിസ്ക് ഇവിടെ ഭയങ്കര കുറവാണ്. അതെടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇന്നത് കണ്ടിട്ട് ഇത്ര മാർക്കറ്റ്, ഇത്ര വരുമാനം, ഇത്ര ഇതെന്ന് പറയും. അതിൻ്റെ അകത്തേ സിനിമ നിൽക്കാവുള്ളൂ. അതിൻ്റെ പുറത്തേക്കുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞാൽ ആ പുറത്തേക്കുള്ള ചിന്തയിൽ സിനിമ ഒന്ന് മാറും. അതിലാണ് കുറച്ച് എന്താ പറയുക റിസ്ക് ഉള്ളത്. മനസ്സിലായി? ആ പുറത്തേക്കുള്ള ചിന്തയിൽ സിനിമ മാറും. ആ ചിന്തയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ചിന്ത. ഇപ്പൊ ചെയ്ത മൂവിയുടെ ബഡ്ജറ്റ് ഇട്ട് അതിൽ തന്നെ കറക്റ്റ് തീർക്കാൻ പറ്റുമോ? അത് ഇല്ല, അതെപ്പോഴും ഓവറായിട്ട് നമ്മൾ കണക്കിൽ എപ്പോഴും ഓവറായിട്ടുണ്ടാവും. എൻ്റെ സിനിമ കാര്യത്തിൽ കുറച്ച് ഓവറായിരുന്നു. അത് എൻ്റെ ഷെഡ്യൂൾ ബ്രേക്കുകളും കാര്യങ്ങളൊക്കെ കാരണം അത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി എല്ലാ സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നു. നമുക്ക് ഡിസൈനിൽ നന്നായിട്ട് പോകാൻ പറ്റിയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഷെഡ്യൂളിൽ ബഡ്ജറ്റ് കട്ട് ഡൗൺ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സിനിമ എങ്ങനെ ഇരിക്കുന്നു അതേപോലെയൊക്കെ തന്നെ പോയിട്ട്. ഷെറഫ്ക്ക് ഈ ലെവലിൽ ഒരു ആക്ടർ ആകുമെന്ന് മുന്നേ പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഈ ലെവൽ എനിക്കിപ്പോഴും തിരിച്ചറിയപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല, ഒരിക്കലും ഇല്ല. ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പ് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഇല്ല. ഞാൻ ഗിരിരാജൻ കോഴിയൊക്കെ വർക്കായപ്പോൾ ഞാൻ ഫ്ലൂക്കാണ്. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ മകനെ നീ ഇതിലൊന്നും വിശ്വസിച്ച് നീ ജീവിക്കാനുള്ള പ്ലാനുകളൊന്നും ഡ്രോപ്പ് ചെയ്തത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ഇത് ചെയ്യായിരുന്നു. ലോക വന്നു, അതേപോലെ ഈ സൈഫി മൂവീസിനൊക്കെ ഇനി കേരളത്തിൽ എന്തായാലും വലിയ ഓഡിയൻസ് വരും. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വെസ്റ്റേൺ എന്നുള്ള ഒരുപാട് മൂവീസ് നമ്മൾ കാണുമ്പോൾ മാർവലിൻ്റെ മൂവി ആയാലും DC ആയാലും അതിനൊക്കെ ഒരുപാട് ഫാൻസ് അവിടെ ഉണ്ട്. ആ ഒരു മൊത്തം യൂണിവേഴ്സ് ഉണ്ടല്ലോ, MCU, അതൊക്കെ കാണുന്നവർ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രൊഡക്ട്സ് മേടിക്കുന്നത്, അതിൻ്റെ ടീഷർട്ട് മാത്രം ഇടുന്നവർ, അങ്ങനെ ഒരുപാട് വരുമാനം. ഇനിയിപ്പോൾ ഷർഫൊക്കെ അങ്ങനെ ഒരു യൂണിവേഴ്സൊക്കെ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം അതാണ്. ഈ കൂടുതൽ അടിയും ഡാൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ നല്ല സ്ട്രോങ് ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടിയും അതല്ലേ. ഷർഫൊക്കെ ഡാർക്ക് സീരീസ് കണ്ടിട്ടുണ്ടാവും? ഇല്ല, കണ്ടിട്ടില്ല. ഡാർക്ക് ജർമ്മനിയിൽ ഷൂട്ട് ചെയ്ത് അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ കേരളത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ പ്രൊഡ്യൂസേഴ്സിന്, അത്ര ബഡ്ജറ്റില്ല. 8 പേര് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ് ആ മൂവി. അത് നമ്മൾ എത്രത്തോളം കാണുന്ന അത്രത്തോളം കൺഫ്യൂഷൻ കൂടി വരും സീസണിന്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, അതൊന്ന് കാണണം. കുറച്ച് നാളായിട്ട് ഞാൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് കയറിയിട്ടൊന്നും കുറച്ചധികം നാളായിട്ട്. പക്ഷെ ഞാൻ തിരിച്ചു കയറുമ്പോൾ എനിക്കൊരു കൂട്ടം കാണാനുണ്ട്. ഡാർക്ക് പക്ഷെ കുറേ നാൾ മുമ്പ് ഇറങ്ങി, 4-5 വർഷം മുമ്പ് ഇറങ്ങി. അതെ. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കിത് നമ്മളെ നാട്ടിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. കുറേ ആൾക്കാർ പറയും വിദേശത്തുള്ളൊരു മൂവി അല്ലെങ്കിൽ സ്റ്റോറി നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്, അതേ ഒരു റിസൾട്ട് വരില്ല. പക്ഷെ ഡാർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഇത് നമുക്കും ചെയ്യാൻ പറ്റും. അതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. നിങ്ങൾക്ക് സീരീസ്, സിനിമ, ഇത് രണ്ടിനെയും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ
നമുക്കൊന്ന് പറഞ്ഞുതരാം. ഒരു ചോദ്യം ഇക്കാൻ്റെ അടുത്ത് ചോദിക്കാണ്ട്. ഇക്ക മാസ്റ്റർ പീസ് ചെയ്തപ്പോൾ പിന്നെ ഒരുപാട് മൂവീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ കൂടുതൽ ടൈം എടുക്കുന്നത്? ലൈക്ക് ഷെഡ്യൂളിംഗ് ഒക്കെ വരുമ്പോൾ ഏതാ ഭയങ്കര റിസ്ക് ആണ് സീരീസ് ചെയ്യുമ്പോൾ? അല്ല, അത് മിനി സീരീസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. അതിന് വേറെ സീസൺ ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്തൊരു സീരീസാണ്. ഓക്കെ. അത് ഈ ഹോട്ട്സ്റ്റാറിന്റെ സ്റ്റാർട്ടിങ് മലയാളത്തിൽ റീജിയണലി സ്റ്റാർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായ സീരീസാണ്. ഞങ്ങളോടുള്ള ചോദ്യം എന്തായിരുന്നു? മറ്റേ ഇത് നമ്മുടെ എന്താ പറയാ, സീരീസും മൂവീസ് സീരീസാണ് സിനിമയാണ് നല്ലതെന്ന് നിങ്ങൾക്ക്? ഡിപ്പെൻസ് ഓൺ ദ സീരീസ്. എനിക്ക് അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് സിനിമ. പക്ഷെ ചില സ്റ്റോറീസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സീരീസ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒരു സീരീസ് ആയിട്ട് മാറ്റുന്നില്ലേ? അതെ. നിങ്ങൾ ഞങ്ങൾ പതുക്കെ പറയാമെന്ന് പറയുന്ന ഒരു സ്വഭാവം വരുന്നില്ലേ? ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡ് ഫസ്റ്റ് കാലഘട്ടത്തിൽ ഇന്ത്യൻ കോണ്ടന്റ് ഇന്ത്യക്കാർ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡ് ഇരുന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ക്വിഡ് ഗെയിം ആണല്ലോ. സ്ക്വിഡ് ഗെയിം അല്ല, എന്നാലും ബ്രേക്കിംഗ് ബാഡ് എപ്പോഴും കാണുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് ബ്രേക്കിംഗ് ബാഡ് എന്തോ ബ്രേക്കിംഗ് ബാഡ് പഴയ കിതാബാന്നുള്ള സീനിലത് ആരും നിൽക്കുവാണെന്ന് മനസ്സിലായത്. അപ്പൊ ഇപ്പോഴും ബ്രേക്കിംഗ് ബാഡ് ഒഴിവാക്കൂല എന്നുള്ള സ്ഥലത്താണ് ബ്രേക്കിംഗ് ബാഡ് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഇരിക്കുന്നത്. ഞാൻ ആദ്യം കണ്ടത് നാർക്കോസ്, എന്നിട്ട് ബ്രേക്കിംഗ് ബാഡാണ് പിന്നെ ഞാൻ കണ്ടത്. സീരീസുകൾ ഞാൻ ആദ്യം തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെനിക്ക് ബ്രേക്കിംഗ് ബാഡ് പിന്നെ ഞാനിങ്ങനെ സീരീസുകൾ കുറേ കണ്ടു തുടങ്ങി. ഞാനിവിടെ ഇപ്പം പാതാൾ ലോകാണ് എൻ്റെ ഫേവറേറ്റ് ഇന്ത്യൻ കണ്ടന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ കണ്ടന്റ് പാതാൾ ലോകാണ്. പിന്നെ വേറെ അങ്ങനെ പിന്നെ പുറത്തുനിന്നുള്ള ഇപ്പോൾ സ്ക്വിഡ് ഗെയിം ഒക്കെ ഞാനൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ സാധനം എന്നുള്ള സീനിൽ കാണുന്നത്. സ്ക്വിഡ് ഗെയിം എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് സീരീസ് ഒക്കെ അയാളൊരു ഡയറക്ടർ പാഷന്റെ പുറത്ത് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ആയിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് പിന്നെ അയാൾ പൈസക്ക് വേണ്ടി ചെയ്തതുപോലെ വെറുതെ ചെയ്തു. അത് പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ ഡിമാൻഡും അതിനനുസരിച്ചുള്ളൂ. ഇതിപ്പോൾ സ്ക്വിഡ് ഗെയിം ഫസ്റ്റ് ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇല്ല. അത് നല്ലൊരു കഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തേർഡ് സീസണിന്റെ ആവശ്യം പോലും ഉണ്ടായില്ല. അത് വെറുതെ ചുമ്മാ. തേർഡ് സീസൺ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല സ്ക്വിഡ് ഗെയിമിന്. അല്ല, നമുക്ക് ആ ഫ്രണ്ട് മാനിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു സീരീസ് തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു പക്ഷെ അവരത് US കൊണ്ടുപോകണ്ട. അതൊന്നും പോസിബിൾ അല്ല. ആക്ച്വലി സ്ക്വിഡ് ഗെയിമിന്റെ സ്ക്രിപ്റ്റ് പല പ്രൊഡ്യൂസേഴ്സും റിജക്ട് ചെയ്തായിരുന്നു. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ റിജക്ഷൻസിന് ശേഷമാണ് ഇത് വന്നത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഒരു സീരീസായി മാറിയല്ലോ സ്ക്വിഡ് ഗെയിം. ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ്, ഭയങ്കര ഓവർ വയലൻസ്, ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടാണ് ചില പ്ലാറ്റ്ഫോമുകൾ, ഞാൻ പറയാം OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇത് മതി, വയലൻസ് ആൻഡ് ബ്ലഡ്, ത്രില്ലർ, ഡാർക്ക് ആക്ഷൻ മതി. നമ്മുടെ ഇവിടെ ശരിക്കും നമ്മൾ മലയാളത്തിലെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കോമഡി പടങ്ങൾ ഭയങ്കരമായിട്ട് സംഭവിക്കാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക ബേസ് ചെയ്തിട്ടുള്ള കോമഡീനെ കുറിച്ചറിയാവുന്ന കോമഡി മലയാളത്തിന് കോമഡി ഭയങ്കര വാല്യൂ ഉള്ളതാണെന്ന് അറിയാവുന്ന ചില പ്ലാറ്റ്ഫോമുകൾക്ക് ഓക്കെ മലയാളത്തിൻ്റെ കോമഡി സിനിമകളാണ്. അതല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടുത്തെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കോമഡി സിനിമകൾ കുറവാണ്. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്, വേറെ 2-3 പോപ്പുലർ പ്ലാറ്റ്ഫോമിൽ കോമഡി സിനിമകളില്ല മലയാളത്തിലെ. ആ പ്ലാറ്റ്ഫോം എല്ലാ കോമഡി സിനിമയും മേടിച്ചിടും. ഓക്കെ, പക്ഷെ അവിടെ മാത്രമേ ഉള്ളൂ. ഇതിന് ഓൾറെഡി ഒരു കോർപ്പറേറ്റ് സ്വഭാവം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന മാതിരി ഒരു സിനിമ തന്നാൽ നമുക്ക് നോക്കാം എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഇപ്പോൾ ത്രെഡ് വരുന്നത്. സെയിം ജോണറിൽ തന്നെയുള്ള പടങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പടം വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മറ്റേ പ്ലാറ്റ്ഫോം വിളിച്ചിട്ട് ഞങ്ങൾക്ക് അതുപോലത്തെ ഒരു പടം ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു റിയാലിറ്റിയൊക്കെ ഇവിടുത്തെ ബിസിനസ്സിൽ. അപ്പോൾ ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്റർ ആരായി? ക്രിയേറ്റീവ് ആകാൻ പറ്റില്ല സ്ക്രിപ്റ്റ് റൈറ്റർ. ഇപ്പോൾ അവിടെ നിന്ന് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് ഇപ്പോൾ. ഓക്കെ, ഡോക്യുമെൻ്ററീസ് ഒക്കെ കാണാറുണ്ടോ? ഇല്ല ബ്രോ, ഇല്ല. ഒരു ഡോക്യുമെൻ്ററി നീ ഫ്യൂച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലൊരു ടോപ്പിക്. നമ്മൾ മലയാളത്തിൽ ഡോക്യുമെൻ്ററീസ് കമ്മിയാണെന്ന് തോന്നുന്നു OTT പ്ലാറ്റ്ഫോമിലൊക്കെ. ഒട്ടും ഇല്ലല്ലോ, നമ്മൾ തീരില്ല. നമുക്ക് കാണിച്ച ഒരുപാട് ഹിസ്റ്ററീസും ഉണ്ട്. നമ്മൾ ഈ ജെൻസിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് 1921 വാറിൽ എന്ത് സംഭവിച്ചോ മലബാറിൽ നടന്ന. അപ്പോൾ ഞങ്ങൾ അതിനും വേണ്ടി ഒരുപാട് ആൾക്കാരെ നോക്കുന്നുണ്ട്. നല്ല ഇപ്പോൾ ആൻഡമാനിലൊക്കെ പോയ ഒരുപാട് സർവേ ഒക്കെ നടത്തിയ ഒരാൾ. ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജെൻസി അല്ലെങ്കിൽ ഒരു 90s ജനിച്ചവർക്ക് കുറച്ചൊക്കെ അറിയാം നമ്മളെ ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു. ഇവിടെ നമുക്ക് വലിയൊരു കലാപം നടന്ന സ്ഥലമാണ് നമ്മളെ മലബാറൊക്കെ. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അത് അറിയില്ല. അതിൻ്റെ
അതെത്രമാത്രം ഡീപ്പായിട്ട് നടന്നു, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ചരിത്രം ഇങ്ങനെ ഉം. ചെറുതായിട്ട് മറച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയുള്ളൂ, സീസൺ അതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തൊക്കെ വന്നാലും ഇതൊക്കെ ഡോക്യുമെൻ്റ് ആണ്, കുറച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇതെല്ലാം നിലനിൽക്കാതെ എങ്ങും പോവില്ല. അതെ അതെ. ഇപ്പോൾ എന്താ പറയുക, മറ്റേ ഞാൻ 1921 കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ? മമ്മൂട്ടിയുടെ. ഞാൻ കാണുന്നത്, ഞങ്ങൾക്ക് എൻ്റെ ഒരു മൂത്താപ്പ മൂന്നാറിലുണ്ട്. ഓക്കെ. ഞാനവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ, അപ്പോൾ അന്നട്ടോ കല്യാണത്തിൻ്റെ 90s കല്യാണത്തിൻ്റെ തലേ ദിവസം സിനിമ ഇടും. ഓക്കെ. അങ്ങനെ സിനിമ ഇട്ടപ്പോഴാണ് ഇത് കാണുന്നത്. എന്നുവെച്ചാൽ നല്ല തണുപ്പത്ത് മറ്റേ എന്നാ എണീറ്റ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് 1921 ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പുതയ്ക്കാൻ ഒന്നരണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ അന്നത്തെ കാലത്ത് ഒരു പോളിസ്റ്ററിൻ്റെ മുണ്ടുണ്ട്, മറ്റേ ഡബിൾ, അതിട്ട് എന്നെ പുതച്ച് വെപ്പിച്ചേക്കാണ്. ഞാൻ ഇതിരുന്നിട്ടാണ് 1921 കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമയാണ് 1921. അതെ, അതാണ് ഇപ്പോഴും ആൾക്കാർ കണ്ടിട്ട് അന്ന് എന്താ ഉണ്ടായത് എന്നുള്ളത്. അതൊരു ഡോക്യുമെന്റേ ഉള്ളൂ. ഞങ്ങൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 16, 24 ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിൽ വാഗൺ ട്രാജഡി കാണിക്കുന്നു. അതുണ്ട്. 1921 വാഗൺ ട്രാജഡി കാണുമ്പോൾ അന്നത് ശരിക്കും നന്നായിട്ട് ആ സിനിമ ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ട് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ. IV ശശിയാണോ? ശശി സാർ, ദാമോദരൻ, ടി ദാമോദരനല്ലേ തോന്നുന്നു. അത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ദാമോദരൻ. അതെ അതെ. ഇക്കങ്ങനെ റിയൽ ഈവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹിസ്റ്ററിക് മൂവിയൊക്കെ ചെയ്യണ ഒരു കാലത്ത് നമ്മളെ ഹിസ്റ്ററിയിൽ ഒരുപാട്, ഇനിയിപ്പോൾ മലബാറിൽ മാത്രമല്ല തിരുവിതാംകൂറിലായാലും കുറേ നടന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ 8 വീട്ടിൽ പിള്ളമാരുമായി കേട്ടാണ് അതിൻ്റെ ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഇതിലെല്ലാത്തിനും ഇപ്പോൾ ഓപ്പോസിറ്റ് വാദമുള്ളതാണ് കൊണ്ട് നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് വന്ന് എല്ലാവരെയും കൊന്ന് വീട് കുഴിച്ച് കുളം തോണ്ടി എന്ന് പറയുന്നത്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളം തോണ്ടുക എന്ന് പറയുന്ന ഇത് ഒരു പരിപാടി തന്നെയായിരുന്നു. ഒരു വലിയ തറവാട്, ഒരു നാട്ടുരാജാവിന് അത് ഭയങ്കര പരിപാടിയായിരുന്നു. അതൊരു കഥയായിട്ട് വെപ്പുണ്ട്. അതെല്ലാം നമുക്കൊക്കെ ശരിക്കും ഇവിടെ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ അപ്പോൾ തിരുവിതാംകൂർ ആ റീജിയനിൽ പോയിട്ട് എടുക്കുവാണെങ്കിൽ അത് ഉള്ളതാണ്. അതൊക്കെ അന്ന് സംഭവിച്ചാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് ഒരു കഥയുണ്ട്. ഓക്കെ. ഫോർട്ട് കൊച്ചിയുടെ പഴയ ഹിസ്റ്ററി ഉണ്ട്. മലബാറിലേക്ക് പോയാൽ മലബാറിൽ കഥയുണ്ട്. ഷാറുഖ് ഖാൻ്റെ ലൈഫ് തന്നെ ഒരു കഥ ആക്കല്ലോ. ഷാറുഖ് ഇപ്പോൾ ഫാമിലിയിലായിരുന്നു, അങ്ങനെ ഒരു മൂവി ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലല്ലോ. അല്ല വാപ്പച്ചി റെയിൽവേയിലായിരുന്നു. പക്ഷെ ഷാറുഖ് ഒരുപാട് എനിക്ക് അങ്ങനെ കുറേ കുറവുകളുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു കൂടെ വന്നിട്ട്. ഇന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല എന്നുള്ളത് എൻ്റെ വിനയത്തിൻ്റെ ഭാഗമൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചിലവർ പറയില്ല അതൊരു വിനയ നാടകമാണെന്ന്. ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഞാനൊരു ജോലി, ഞാൻ 12th വരെ പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പല ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പല ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികൾ, ലൈക്ക് മറ്റേ എയർപോർട്ടിൽ പത്രം മറ്റേ ഇടുകയല്ല, മറ്റേ ചൂടുള്ള വാർത്ത ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര റെയർ ഇപ്പോഴുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ മുതൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പല ജോലികൾ ചെയ്ത് പിന്നെ ഞാൻ കാർ സെയിൽസിൽ വന്നു, കാർ സെല് ചെയ്തു. ഞാൻ തട്ടിമുട്ടി ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു പൊസിഷൻ ഉണ്ട്. അപ്പം എല്ലാ മലയാളികളും തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെ ഞാൻ മാറി. നല്ലൊരു സ്റ്റോറി ആയല്ലോ ഇപ്പം തന്നെ അല്ലേ? അപ്പോൾ ഇതൊരു സ്റ്റോറിയായിട്ട് എനിക്ക് കൊള്ളാവുന്നൊരു സ്റ്റോറിയായിട്ട് തോന്നുന്നത്. പുറത്തേക്ക് എല്ലാവരും ഇരുന്ന് കാണേണ്ട ഒരു പടമായിട്ടൊന്നും എനിക്ക് തോന്നത്തുള്ളൂ. ഷെർഫ്ക പറഞ്ഞു ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു ഈ ലെവൽ ആക്ടർ ആകും എന്നുള്ളത്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഒരിക്കലും ഒരു അവസരം, എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, ഇപ്പോഴും ഒരു അവസരം പോലും കിട്ടാതെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാരോട് ഷെർഫ്ക്കൊക്കെ എന്താ പറയാനുള്ളത്? കീപ് ട്രൈങ്, ഓർ എന്തായിരിക്കും ഷെർഫ്ക്കിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും? ജീവിതം കൊളാക്കിയ ആൾക്കാരെ എനിക്കറിയാം. അതെന്താ പറയുക, ഞാനതിനെ കുറിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലക്കുണ്ട്.
അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഞാനിവിടെ വരിക? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവില്ലേ, അല്ലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? അപ്പോൾ അതെവിടെയോ എത്തിച്ചിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതല്ല, ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിന്ന് സിനിമ നടനായതെന്ന് പറയാൻ ഒരാൾക്ക് കൂടെ അവകാശമില്ല. ഒരു സിനിമ നടന ആവശ്യം പറ്റില്ല. അതൊരു നെപ്പോ കിഡിന് പോലും പറ്റില്ല, അല്ലേ? എത്ര പരാജയപ്പെട്ട നെപ്പോ കിഡ്സ് ഉണ്ട് ഇവിടെ, അല്ലേ? അപ്പം ഇനിയിപ്പോൾ സാധാരണ വീട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അത് പറ്റില്ല. ഞാൻ ഇന്ന പൊസിഷനിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ആർക്കും എത്താൻ പറ്റില്ല. അപ്പം അതിനൊരു എവിടെ ഒരു സപ്പോർട്ടിങ് ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഡെപ്താണെന്നുള്ളത് എനിക്ക് അൽഫോൺസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫോൺസ് ഇങ്ങനെ പറയും, ഈ ആഗ്രഹം എന്ന് പറയുന്നത് എത്രത്തോളം ഉള്ളിലുണ്ടോ അത്രത്തോളം ചിലപ്പോൾ കാര്യങ്ങൾ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ആഗ്രഹത്തിനെ വിടുന്നത് വേറെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയാവുമ്പോഴാണ് അത് ഇതാവുന്നത്. അത് നമ്മുടെ എൻ്റെ അകത്തുണ്ട് ഈ ആഗ്രഹം, ഇങ്ങനെ അതിൻ്റെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതൊരു റിയാലിറ്റിയാണ്. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ വരുന്നവരോട് ഒരു അഡ്വൈസ് ചെയ്യാൻ പാകത്തിന് ഒരാളായി ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ട്രൈ ചെയ്യുക. പക്ഷെ ജീവിതം സിനിമാ നടനാവാനോ അല്ലെങ്കിൽ പണക്കാരനാവാനോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തും ആവാനോ, ആരെയും മോഹിപ്പിക്കുന്ന എന്തും ആവാനുള്ളത് മാത്രമല്ല, അല്ലേ? അല്ലാതെയുമുള്ള കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ലൈക്ക് സിനിമാ നടനോ ഫിലിം മേക്കറോ അത് മാത്രമല്ലല്ലോ ജീവിതത്തിൽ വേറെ ഉണ്ട്. ഒരു ജീവിതം നമുക്ക് തന്നുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ശ്രമിച്ചെത്തും. എൻ്റെ ഈ കോട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പോസിറ്റീവായിട്ടുള്ള, പക്ഷേ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ശ്രമിച്ചെത്തിയവരുണ്ട്. ഞാനൊരു കാര്യം, സജിൻ ഗോപു. ഇപ്പോൾ ഞങ്ങൾ ആലുവയിൽ ഗോബൂസിലിരിക്കുന്ന സമയത്ത് സജിൻ ഇല്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് സിനിമകളൊക്കെ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ വന്ന ഒരാൾക്കാരിലൊരാളാണ് സജിൻ ഗോപു. പക്ഷെ ശരിക്കും സജിൻ്റെ കൂടെ 2-3-4 പിള്ളേരും അവരും കുറച്ചുണ്ട്. എനിക്ക് കുറച്ച് കാര്യം അറിയുള്ളൂ. പക്ഷെ സജിൻ അവിടെ നിന്ന് വർക്ക് ചെയ്ത് ഞങ്ങളൊരു ബാച്ച് ആദ്യം പോയല്ലോ, ആലുവയിൽ നിന്ന് നേരം പ്രേമൊക്കെ ആയിട്ട്. സജിൻ പിന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്ത് കുറേ സിനിമകൾ കുറേ കണക്ഷൻസ് ഒക്കെ ഇട്ട് പിടിച്ച് പുള്ളി നിൽക്കുന്ന ഒരു പൊസിഷൻ കണ്ട. അപ്പം ഇതിനെ തള്ളി പറയാനല്ലോ. അപ്പം സജിൻ്റെ ആഗ്രഹം അതായിരിക്കും. ലൈക്ക് ഞാൻ ഓരോരുത്തർ അത്രയും ഇതുണ്ട്. അപ്പം ആഗ്രഹം നമ്മൾ എത്തിക്കും. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളെ എത്തിക്കുന്നു, വിശ്വസിക്കുന്നു. ഇതൊന്നുകൂടി ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഷറഫ്ക്ക് ഒന്നുകൂടി ബിസിനസ്സിലായിരുന്നു. പിന്നെ സൈഡിൽ കൂടെ ഇതും വന്നപ്പോൾ പിന്നെ ഇതിലോട്ട് അതായത് സിനിമയിലോട്ട് വന്ന സ്റ്റോറിയായി. അതുപോലെ ഷറഫ് ഖാൻ്റെ നെറ്റ്വർക്കിംഗ്, ലൈക്ക് ഫ്രണ്ട് സർക്കിള് എല്ലാവരും ഈ ഒരു വിഷനുള്ള ആൾക്കാരായിരുന്നു. സിനിമയിൽ എന്തെങ്കിലും ആകും. ഇപ്പം അൽഫോൺസ് പുത്രനായാലും കൂടെ സ്പെൻഡ് ചെയ്തിരുന്നവരൊക്കെ. അൽഫോൺസ് ആക്ച്വലി ഞാൻ പുള്ളി എൻ്റെ ക്യാരക്ടറിനെ ഭയങ്കര മാറ്റിയിട്ടുണ്ട്. പുള്ളിയുടെ വിഷയം ഭയങ്കര പൊളിയായിരുന്നു. പക്ഷേ പുള്ളി സംഭവം ഞാൻ നടത്തുന്നൊക്കെ പറയുന്നത്, എനിക്ക് ആദ്യം അൽഫോൺസിനെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫോൺസ് പറയുന്ന പരിപാടികളൊക്കെ നടക്കുമോ എന്നൊരു തോന്നലുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതെല്ലാം അൽഫോൺസ് പതുക്കെ ഒരു ദിവസം അൽഫോൺസ് എന്നെ വിളിച്ചു. ഞാനത് ബോംബെയിലോ മറ്റോ എന്തോ ഒരു കാര്യമായിട്ട് പോയേക്കുന്നത്, എന്തോ ഒരു പരിപാടി. അപ്പം അൽഫോൺസ് തന്നെ, അപ്പം ഞാൻ നിൽക്കുന്ന മറ്റേ അത് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറ്റേ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ എപ്പോഴും പ്രാവിനായിട്ട് പറപ്പിച്ചൊരു സിനിമ ഷോട്ട് എടുക്കില്ലേ, മുംബൈയിൽ. അപ്പം ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അൽഫോൺസ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ, എടാ 1 ലക്ഷം രൂപ എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എപ്പോഴാടാ, എന്തിനാടാന്ന് ചോദിക്കാം. നീ 1 ലക്ഷം രൂപ എടുത്താൽ മതി, നമുക്ക് എല്ലാവർക്കും 1 ലക്ഷം രൂപ വെച്ചെടുക്കുക, നമുക്ക് നേരം നമ്മുടെ സിനിമയായിട്ട് ചെയ്യാം. 2010-ലോ 2011-ലോ മറ്റാണ് വിളിച്ചിട്ട് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മൾക്ക് ഈ സിനിമ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആടെ ചെയ്യാം, നമ്മൾ ഓക്കെ, നീ ഓക്കെ ആണോ, എൻ്റെ ഒന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അതിന് വേറെ പ്രൊഡ്യൂസറൊക്കെ വന്നു. പക്ഷെ ആവശ്യം ഇപ്പം നിവിൻ ഒരു ദിവസം ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഷോർട്ട് ഫിലിം ചെയ്യാൻ സമയത്താണ് കാണുന്നത്. ഈ ഷോർട്ട് ഫിലിം സിനിമയാക്കാനുള്ള പ്ലാനായി. അപ്പം ഞങ്ങളിത് ഷോർട്ട് ഫിലിം തന്നെ ചെയ്യാനുള്ള പ്ലാനും കൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. നിവിൻ വന്ന് കഥ കേട്ട്, നിവിൻ ഒന്നും സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. നിവിൻ വന്ന് ജസ്റ്റ് കഥ കേട്ട് പോയതിന് ശേഷം ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മൂസിം വരുന്നു.
അല്ല സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വരുന്നു. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനാണ്. അപ്പം ഞങ്ങൾ ഓക്കെ സിനിമയായിട്ട് ചിന്തിക്കാമല്ലോ എന്നൊക്കെ ഒരു തോട്ട് നിവിൻ പറയുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് സിനിമ ചെയ്യടാ പിന്നെ അപ്പോൾ നമ്മളത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഇത് സിനിമയാക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നല്ലൊരു കളക്ഷൻ വരാവുന്നൊരു സബ്ജക്റ്റ് ഇല്ലേ ഇപ്പോഴത്തെ. അപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ കിച്ചൺ ന്യൂസിന് അല്ലെങ്കിൽ നോക്കുന്നുണ്ട് പിന്നെ സിനിമയാക്കാൻ പറ്റും പിന്നെ എന്താ ഈ പറയണത് എന്നുള്ള സാധനം പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ അളിയൻ ഈ പറയുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇത് സിനിമയാക്കാൻ വേണ്ടി പല ആൾക്കാരും പോയി കാണുന്നുണ്ട്. ഇവർക്ക് ഇപ്പം ഞാൻ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിവിൻ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു മീറ്ററിനെ ഒരു ഷോർട്ട് ഫിലിമിനെ ഒരു സിനിമയായിട്ട് കണ്ടുകൊണ്ട് നിവിൻ ഓടിത്തുടങ്ങുകയാണ്. അത് ഇപ്പോൾ നമ്മളുടെ പടം ഇനിയും കുറച്ച് നാൾ കൂടി എടുക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളടത്ത് നമുക്ക് പിരിവിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ള അൽഫോൺസിൻ്റെ ഒരു തീരുമാനമുണ്ട് അതിൽ. ഓക്കെ. അപ്പോൾ ഇത് ഒരു സിനിമയിലേക്ക് നമ്മൾ എടുക്കുന്ന റിസ്ക് ഇപ്പോൾ ഞാൻ എടുത്ത റിസ്ക് ഞാൻ പെറ്റ് ഡിറ്റക്റ്റീവിനെ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് തന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരു തീരുമാനം അതൊരു വാശിപ്പുറം മാത്രമല്ല. നമുക്ക് ഇത്രയും ഇതുണ്ട്, നമ്മൾ ഇത്രയും സുഹൃത്തുക്കളുണ്ട്, പിന്നെ ഈ സിനിമയുടെ അടുത്തുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. എൻ്റെ ലോജിക്ക് മാത്രമല്ല ഇത്രയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിലൊരു ഗെയിം കിട്ടുമെന്നുള്ള പറയുന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്ന അല്ല ഈ അടുത്ത് അബി കോട്ട് ചെയ്തൊരു സാധനം വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ്. അതെ. അപ്പോൾ അത് വേറെ ആരുടെ കോട്ടാണ് കേട്ടോ, എൻ്റെ കോട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് ആയിരിക്കും ചിലപ്പോൾ ഞാനിപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ഷെഫ്ക്കൊക്കെ സിനിമ അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ? അത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. അല്ല എന്താ പറയാൻ കാരണം എന്ന് പറയാം, ഞങ്ങൾ റീസെൻ്റ്ലി ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരുപാട് ആക്ടേഴ്സിന് പണം വരുന്നുണ്ട് അവർക്ക്, പക്ഷേ ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. ലൈക്ക് ആക്ടേഴ്സിനല്ല, പ്രത്യേകിച്ച് പറഞ്ഞ ആക്ട്രസ്സാണ് പറഞ്ഞത്. അപ്പോൾ ലൈക്ക് അവർ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പേടിയാണേനും എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതറിയില്ലേനും കുറേ ആൾക്കാർ ബാങ്ക്റപ്റ്റഡായിട്ട് പോകുന്നുണ്ട് ഒരു ടൈം കഴിഞ്ഞാൽ. പക്ഷെ ഷർഫുക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഒന്നും പാടി ആ കാര്യത്തിൽ അങ്ങനെ എല്ലാം കൂടി സിനിമയിലാണോ അതോ വേറെയും ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് ഉണ്ട്, ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്താ പറയുക പല രീതിയിൽ നോക്കുന്നുണ്ട്. സിനിമ മൊത്തത്തിൽ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് മൊത്തത്തിൽ ഒരൊറ്റ ഇതാണല്ലോ, ഒറ്റ ബക്കറ്റാണ്. അപ്പോൾ അതിലിപ്പോൾ ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഉറപ്പായിരിക്കണമല്ലോ. സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിട്ടേണിൻ്റെ കാര്യത്തിൽ നമുക്ക് 50-50 ഉള്ള ഇൻഡസ്ട്രിയാണ്. ഓക്കെ, കിട്ടുമ്പോൾ ഭയങ്കര അത് എന്താ ധമാക്ക എന്നൊക്കെ പറയുന്ന ലെവലിൽ പരിപാടിയാണല്ലോ, ഡബിൾ ധമാക്ക. അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് ആ ഷർഫൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്, ഇതിൽ പൈസ ഇടാൻ റെഡിയാണോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചിലതൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ഇതിൽ ഐഡിയ കണ്ടിട്ട് ഇല്ല, അങ്ങനെയൊന്നും ഉള്ളതിലൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് സ്റ്റോക്കും പരിപാടിയൊക്കെ ആയിട്ട് ഉണ്ട് കുറച്ച്. ഞങ്ങൾ ഒരുപാട് ഓൺട്രപ്രീനിയർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. യെസ്, അറിയാം, അറിഞ്ഞൂടെ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, ഇക്കാക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ട്? ഞാൻ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ അത് മേടിച്ചിട്ട് പോകാൻ വേണ്ടി വന്നേക്കുന്നവരോ പഠിച്ചവരാണ് ഞാൻ. നിങ്ങളെന്തെങ്കിലും പറഞ്ഞെടുത്തിട്ട് പോകാതെ എല്ലാം ഈ തരത്തിലുള്ള ഉള്ളൂ. അല്ലാതെ എനിക്കൊരു അഡ്വൈസ് ഒന്നും എൻ്റെ ഭാഗത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആയില്ല. ഇപ്പം ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഞാൻ ഞാൻ 12th വരെ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. പക്ഷേ കാര്യമായിട്ട് അതിലൊന്നും ഉണ്ടായത്. പക്ഷേ എവിടെയോ ആ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു വെബ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈൻ പോർട്ടൽ ബിസിനസ്സാണല്ലോ എൻ്റെ ഒരു ട്രാവൽ ബിസിനസ്. അപ്പം ഞാനിതെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഏരിയയിലുണ്ട് ഈ ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയർസും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ട്രിപ്പ് ചെയ്യാറുണ്ട് അതിൽ. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ ആപ്പ് ഓട്ടോമേഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കും. അത് എനിക്ക് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക് ഏരിയയിൽ എനിക്ക് ഞാൻ ഔട്ട്ഡേറ്റഡ് ആവരുതെന്നുള്ളൊരു ചെറിയ വാശി എനിക്കുണ്ട്. അപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. ഭയങ്കര സ്പീഡിലാണ് ബാക്കി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന പാർട്ടിൽ ഞാൻ ആക്ച്വലി വർക്കാണ്. ഇന്ന് വരെ ഞാൻ വർക്കാണ്. ഓക്കെ, അത് എന്താ പറയുക, എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ഞാനിപ്പോൾ AI കൂടി കഴിഞ്ഞൊരു 4-5 മാസമായിട്ടാണ് ഞാൻ AIയിലേക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ഒന്ന് ഇറങ്ങി. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന്, അല്ലാണ്ട് ഫുള്ളായിട്ട് ഇറങ്ങാമെന്ന് പറയാനുള്ള സാധനം. AI എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ചിട്ട് ഇവിടെ AIനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡയലോഗ് അടിച്ചാൽ നാളെ കോമഡിയാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ എവിടെയോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം AI എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും പിടികിട്ടാത്തൊരു സ്പേസിലാണ് AI. അതെ അതെ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു 4-5 മാസമായിട്ട് അതിൽ ചെറുതായിട്ട് ട്രിപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ എനിക്ക് എൻ്റെ തോന്നലുകളിൽ നിന്നും കൊണ്ടുപോകാമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മൂവീസിലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു മൂവീസിൽ ഉപയോഗിക്കാവുന്നതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ. മൂവീസിലേക്ക് അതിനെ ഇത് ചെയ്യുക എന്നുള്ള ഞാൻ ചിന്തിക്കാറില്ല. അല്ലാതെ മറ്റുള്ള ഇപ്പോൾ എനിക്ക് ഞാൻ സീസൺസിൻ്റെ ചെയ്ത കമ്പനിയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഡ്വർടൈസിങ് കമ്പനി തുടങ്ങണം. ഓക്കെ. ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തലയിൽ എവിടെയോ ആ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി എന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ട്. ഓക്കെ. അതെപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയൊക്കെ ഞാനിപ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ് ഇപ്പോൾ ലൈക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനപ്പോൾ ചില ഉഡായ്പ വഴികളൊക്കെ പണ്ടുണ്ടായിരുന്ന ചില ഉഡായ്പ വഴികളൊക്കെ ഇൻ്റർനെറ്റൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ RSS ഫീഡ് പണ്ട് എല്ലാ സ്ഥലത്തും കിട്ടുമായിരുന്നു. ഇപ്പോൾ ചില സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാനത് ചെക്ക് ചെയ്യാൻ കയറിയത് ഒരു 6-7 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ ഒരു RSS ഫീഡ് പൊക്കാന്ന് വിചാരിച്ചിരുന്നത്. അപ്പം പല സ്ഥലത്തും അതൊക്കെ ബ്ലോക്കായി. അതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ബ്ലോക്ക് ആയത്. ഓർക്കുഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓർക്കുഡ് ഞാൻ ഓർക്കുട്ടാണ്. ഞങ്ങള് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലേ? അതെ അതെ. ഞാൻ മറ്റേലേക്ക് പക്ഷെ എത്തിയിട്ടില്ല. എന്താണ് ഒരു യെല്ലോ കളർ സ്നാപ്ചാറ്റ്, അതിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. എത്തിയിട്ടില്ല എന്നല്ല, സംഭവം ഉണ്ട്. പക്ഷെ ഞാനത് മനസ്സിലാവണില്ല അതിന്റെ ഫംഗ്ഷൻ. അതിൽ കുറെ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചൊരു വലിയ പോയിന്റ് വെച്ചാൽ എനിക്ക് വാട്സപ്പ് കിട്ടാനാണ്. എൻ്റെ ടെലിഗ്രാമിലേക്ക് ചെക്ക് ചെയ്യലോ എന്നാലോചിക്കുന്നു. ഓക്കെ. ഞാൻ ബാക്കിയുള്ളവരും കൂടി വേണ്ടേ? നമ്മൾ മാത്രമായിട്ട് കാര്യമുണ്ടോ? കുഴപ്പമില്ല. വാട്സപ്പ് എന്നെ ഒന്ന് ടെലിഗ്രാമിന് വേണ്ടി ട്രൈ ചെയ്യാം. കുഴപ്പമില്ല. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? കാരണം എന്തെങ്കിലും ഉണ്ടോ? അപ്പം അതൊക്കെ ഒഴിവാക്കാന്നുള്ളൂ വാട്സപ്പ്. ഓക്കെ. നമ്മളല്ലേ എല്ലാവരും മൊണപ്പൊളിയായിട്ട് നിർത്തുന്നത്. നമുക്ക് രണ്ടുപേരാക്കി നിർത്തി തുടങ്ങാന്ന്. അല്ലേ? നമ്മളെല്ലാത്തിലും നമ്മൾ തന്നെ തീരുമാനം എടുത്താൽ പോരെ. ഈ ടെലിഗ്രാമിലൊക്കെ ലീക്ക് ആവേണ്ടതിനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ട് നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും ആളുണ്ടായിട്ടും അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇപ്പോഴും ടെലിഗ്രാമിൽ എന്ത് ഈ മൂവീസൊക്കെ ലീക്ക് ആവുന്നത് ഒരു നിവൃത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അമ്മക്കായാലും അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടെക്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിർത്തിയിട്ട് ഓരോ മൂവി റിലീസ് ആകുമ്പോൾ ഇത് എങ്ങനെ ചെയ്യുക? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് മറ്റുള്ള സ്റ്റേഷനുകളിലുള്ള പ്രിവ്യൂ എന്നൊക്കെയാണ് ഇത് എടുക്കുന്നതാണെന്ന് തോന്നുന്നത്. കേരളത്തിൽ നിന്ന് ഈ പടത്തിൻ്റെ ഇത് എടുക്കാൻ പറ്റില്ല. ഇത് ഔട്ട് സ്റ്റേഷൻ പോകുമ്പോഴൊക്കെയാണ് ഇതിന് പ്രോബ്ലം വരുന്നതെന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ വേറെ സിറ്റുവേഷൻസ് ഇല്ലാത്തതാണ് അതിൻ്റെ റിയാലിറ്റി. ഷറഫ്ക, സിനിമയിൽ അപ്ഡേറ്റഡ് ആകാൻ നേരത്തെ പറഞ്ഞാലോ, അപ്ഡേറ്റഡ് ടെക്കിലാവാൻ പറ്റിയിട്ടില്ല. സിനിമയിൽ അപ്ഡേറ്റഡ് ആകാൻ എന്തൊക്കെയാണ് ചെയ്യാറ്? അതിനൊരു ഷെഡ്യൂൾ ഉണ്ടോ? സിനിമയിൽ അപ്ഡേറ്റഡ് ആവാൻ സിനിമ കണ്ടാൽ മതി. അല്ലാതെ പൃഥ്വിയൊക്കെ ഒരുപാട് ബുക്സൊക്കെ വായിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബുക്കൊന്നും വായിക്കൊന്നുമില്ല സിനിമയുടെ ഇടയിൽ ഇരുന്നിട്ടൊക്കെ. പുള്ളി ആക്ച്വലി ഭയങ്കര നോളജുള്ള ആളാണ്. പുള്ളി കുറേ ബുക്സ് വായിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണയും ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് പുള്ളിനെ കുറിച്ച് തോന്നുന്നത്. അത് പുള്ളി എടുക്കുന്ന നോളജും പുള്ളിയുടെ ശീലത്തിൻ്റെ ആയിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞാൽ സിനിമ കാണാൻ എനിക്ക് പറ്റണം. എന്തൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ടെക്കോ എന്ത് സംഭവം ഉണ്ടെങ്കിലും എനിക്ക് ഒരു സിനിമ, നല്ലൊരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മനസ്സിൽ. പിന്നെ കാണാനൊരു സിനിമ കിട്ടിയ കോഡിൻ്റെ ഇടയിൽ ഒരു സിനിമ കാണാം. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന മോഹനാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അപ്പം ഈ പറഞ്ഞ പോലെ സിനിമകൾ കാണാനുണ്ടാവണം. ഇതാണ് എൻ്റെ ആവശ്യം. എനിക്ക് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആവാം, അല്ലെങ്കിൽ പുതിയ സിനിമകൾ, ഏറ്റവും പുതിയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സമയം കണ്ടെത്താം. ഇപ്പം ഭയങ്കര കണ്ടന്റ് അല്ലേ, എന്തോരം കണ്ടന്റാണ് ഇപ്പോൾ വരുന്നത്. കൂടുതൽ കാണുന്ന ഹോളിവുഡ് ആണോ അതോ എല്ലാത്തിനും കാണുന്നുണ്ട്. എല്ലാത്തിനും കാണുന്നുണ്ട്. ഹിന്ദിയിലും കാണും, തമിഴും തെലുങ്കും മലയാളവും
മലയാളം ഒന്നും കളയാറില്ല. ഇപ്പോൾ ഒരു പടം ഫ്ലോപ്പ് ആണെങ്കിൽ ആ ഫ്ലോപ്പ് പടമാണെങ്കിൽ കാണാറുണ്ട്, കാണാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട് അങ്ങനത്തെ പടങ്ങൾ. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷെല്ലാം അതുപോലെ തന്നെ. ഓക്കെ. ഇക്കൊരു പുതിയ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു യുണീക്കായിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പോൾ അതുപോലെ ജീവിക്കുന്ന ആൾക്കാരെ ലൈക്ക് മെത്തേഡ് ആക്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെ ഇത് ചെയ്തിട്ടില്ല. ഇത് എവിടെയാണ് ഇത് എടുക്കുന്നതെന്ന് അറിയും. ഇപ്പോൾ നമ്മൾ ഈ കഥ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് കിട്ടുമല്ലോ, ഇങ്ങനൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഓൾറെഡി ഇതിൽ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. എന്നെ ഒരിക്കലും ഒരു ബഹിരാകാശ സഞ്ചാരിയായിട്ട് ആരും വിളിക്കില്ല, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആരും അത് പ്ലാൻ ചെയ്യില്ല. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഞാൻ ഒഴിവായി. ഞാനൊരു ഡിസൈനിലുള്ള പരിപാടിയിലേക്ക് തന്നെ കൊണ്ടു. അതിന് അത്ഭുതകരമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് സംഭവിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ വെച്ച് നമുക്ക് ഇങ്ങനെ സാധനം ചെയ്താലോ എന്ന് പറയുന്നത്, ശരി നമുക്ക് ഷറഫുദ്ദീനെ പിടിച്ച് ബഹിരാകാശ സഞ്ചാരിയാക്കി എന്ന് ചിന്തിക്കുന്നില്ലേ, ആ ചിന്ത തുടങ്ങുന്നിടത്ത് എനിക്കും പണി തുടങ്ങുകയാണ്. ലൈക്ക് ഓക്കെ, പക്ഷെ നോർമലി ഇത് ഇല്ല, 90% ഇത് ആർക്കും വേണ്ട. സോ ഡയറക്ടേഴ്സിന് അറിയും ഏത് ക്യാരക്ടറാണ് ഫിറ്റ് ആവുക. അപ്പം ഈ ഫിറ്റ് ആവുക എന്ന് പറയുന്നിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ അമലേട്ടൻ എടുത്ത് തന്നെ വേറെ സ്പേസിൽ ഫിറ്റ് ചെയ്ത പോലെ, ആർക്കറിയാമൽ തന്നെ എടുത്ത് വേറെ സ്പേസിൽ ഫിറ്റ് ചെയ്ത പോലെ, അങ്ങനത്തെ കാസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ്. ഇപ്പം അൽഫോൺസ് തന്നെ ഗിരിരാജൻ കോവിലേക്ക് കാസ്റ്റ് ചെയ്ത പോലെ, അതാണ് ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഒരു പരിപാടി. എന്ന് വെച്ചാൽ അതാണ് ആക്ടർക്കും ഒരു ഇത്. നമ്മളെ മൊത്തം കണ്ടു ശീലിച്ച സ്വഭാവത്തിൽ തന്നെ നിർത്തി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ടാസ്ക് ഇല്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം തരികയാണെങ്കിൽ പൊളിയായിരിക്കും. അപ്പം നമുക്ക് പണിയെടുത്ത് നോക്കി. ഇപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിലൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതുവരെ കാണാത്തല്ല, അയാളുടെ തോട്ട് പ്രോസസ്സ് കൊള്ളാന്ന് പറഞ്ഞാൽ ഇച്ചിരി വേറെ ടൈപ്പാണ്. അപ്പം അത് ഞാൻ ക്രാക്ക് ചെയ്യാൻ എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഡയലോഗ് പറയാനൊക്കെ ഒരു ഇച്ചിരി ഫസ്റ്റ് ഡേ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഓക്കെ. അത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ എന്നെയും കൂടി കുറച്ച് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് കോമ്പിനേഷനായി മാറി. അപ്പോൾ ഡയറക്ടറും ഹാപ്പി. പക്ഷേ ഷറഫുക്കാക്ക് ഒരുവിധം ഒക്കെ റെഡി ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോൾ അഞ്ചാം പാതിരയിലുള്ള ക്യാരക്ടർ, ഒരു സൈക്കോ ക്യാരക്ടർ ആയാലും അതെന്താണോ അതെനിക്ക് പിടികിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളിപ്പോൾ പറയും പോലെ ഇത് വർക്കാണ്, ഇത് വർക്കാണല്ലോ എന്നുള്ള സാധനം പറയുന്നുണ്ട്. അതെവിടെയോ എൻ്റെ സിനിമേനോടുള്ള സ്നേഹം കൊണ്ട് എനിക്കത് വർക്കാവുന്നതാണ്. ഞാൻ കുറേ സിനിമകൾ കണ്ടതിൽ നിന്നൊക്കെ ഇപ്പോൾ എൻ്റെ അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ മറ്റേ യാവീർ ബേർഡനാണ് അതിൻ്റെ മറ്റേ വാൾപേപ്പറിൽ കിടക്കുന്ന കാലങ്ങളായിട്ട്. അപ്പം എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് യാവീർ ബേർഡൻ അല്ലേ. അപ്പം അങ്ങനെ കുറേ ആക്ടേഴ്സിനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. കുറേ പേരെ നല്ല വർക്കുകൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം കാരണം ഈ പറഞ്ഞ അൽഫോൺസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ കേട്ടോ. കാരണം എപ്പോഴും എൻ്റെ അടുത്ത് ഒരു വലിയൊരു പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ട്. കുറേ സിനിമകൾ കാണിച്ചിട്ടുണ്ട്. കുറേ സിനിമകൾ സ്ഥിരമായിട്ടിരുന്ന് കണ്ടു. ഒരു ടൈമിൽ 2-3 സിനിമകൾ കണ്ടു. അപ്പം അങ്ങനെ സിനിമകൾ കണ്ടതിൻ്റെ ഒരു ഗുണമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ക്യാരക്ടർ ഡിഫറൻസസ് എല്ലാം പിടിക്കാൻ പറ്റുന്നത്. പിന്നെ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് നന്നായിട്ട് ഫിക്ഷൻസ് വായിച്ചിട്ടുണ്ട്. ഒരു 2000 മുതൽ 2008 വരെയൊക്കെ അത്യാവശ്യം ബുക്സ് വായിക്കുമായിരുന്നു. കോമിക്സ് എല്ലാം ഞാൻ അത്യാവശ്യം നോവൽസ് വലിയ ഇതെല്ലാം വായിക്കുമായിരുന്നു. അപ്പം എല്ലാം കൈ തടയുന്ന എല്ലാം വായിക്കുമായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഫിക്ഷൻ കൂടുതലും ഫിക്ഷനാണ്. അപ്പോൾ അത് ഫിക്ഷൻ വായിക്കുമ്പോഴുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫിക്ഷനിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾക്ക് നമ്മളൊരു സങ്കല്പം കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഒരു പെർഫോം ചെയ്യുന്നുണ്ടാവും. ഈ പെർഫോമൻസ് നമ്മുടെ തലയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് തിരിച്ചു തരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇക്ക പറഞ്ഞല്ലോ ഫസ്റ്റ് പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഒരു മൂവിയൊക്കെ ഫസ്റ്റ് സീനൊക്കെ തുടങ്ങുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകലുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും 2-3 ദിവസം വൻ പ്രശ്നമായിരിക്കും. ഈ പറഞ്ഞ ആർക്കറിയാൻ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. 5-ാമതൊരു ഫൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വരത്തും ചെയ്തപ്പോൾ ഒരു സീൻ 6 ദിവസം സ്ഥിരമായിട്ട് അത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ അവസാനം ഈ അടുത്ത് 1 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് ഒരു സീൻ.
ഈ സീൻ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ സീൻ ചെയ്യാം. അതപ്പോൾ ഒരു ഗോൾഡൻ ലൈറ്റിലാണ് നിൽക്കുന്നത്, ആ ടൈമിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ട്രൈ ചെയ്തിട്ട് അത് ഇറങ്ങി വരണം. അപ്പോൾ വീടിൻ്റെ മേലെയാണത്. ഞങ്ങൾ ആ പാട്ട് പാടുമ്പോൾ ഫഹദ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഫഹദിന് കള്ള് കൊടുത്തിട്ട് ആ സീനാണ് എടുക്കുന്നത്. ഞാനിങ്ങനെ ഈ സീൻ അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈ മറ്റേ ജിമ്മി ജിപ്പും കൊണ്ട് ഇവർ കയറണം. ഇത് ഇതിൻ്റെ മേലെ നീ മേലേക്ക് കയറി. ലൊക്കേഷൻ എവിടെയായിരുന്നു? അത് വാഗമണിൽ. ഓക്കെ. അപ്പോൾ ഇത് കയറി വരണം. അപ്പോൾ ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഒരു ഫ്ലോയിലാണ് ഞാനിത് ഓക്കെ ഞാൻ. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് തോന്നി ആ സീൻ ഞാനായിരുന്നു ഇനി മിസ്റ്റേക്ക്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മളേടെ പറയുമൊന്നുമില്ല. നമ്മളേടെ എല്ലാ നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ ഞാനായിരുന്നു ഇനി മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഈ അടുത്ത് കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമലേട്ടനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ആ സീൻ എടുത്തപ്പോൾ എന്തായിരുന്നു ചേട്ടാ പ്രശ്നമുണ്ട്? എൻ്റെ പെർഫോമൻസ് വല്ല പ്രശ്നമുണ്ടായി? അല്ലാടോ ആ ലൈറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ അത് മൊത്തത്തിലൊരു 4-5 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു 2-3 ടേക്സ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, ഇപ്പം എന്തിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വന്നത്? ലൈക്ക് പെർഫോമൻസിലുള്ള ഡിഫറൻസ്. അപ്പം ഇതങ്ങ് വിശ്വസിച്ച് പോവുകയാണ് ആദ്യത്തെ ദിവസങ്ങളിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇതിലുണ്ട്. ലൈക്ക് ആർക്കറിയാമല്ലോ, എല്ലാ പടത്തിലുണ്ട്. ഒരു ധാരണ പറഞ്ഞു. ഷർഫ് വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരായിരുന്നു? കൂടെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ഇഷ്ടപ്പെട്ട ആക്ടറിന് പെർഫോമൻസും എല്ലാം ഉണ്ടല്ലോ, അതിൽ കംഫർട്ടും വരും. ഫഹദ് ഫഹദിൻ്റെ പഠിക്കാൻ ഒരുപാടുണ്ട് പുള്ളിക്കാരൻ്റെ. ഫഹദിൻ്റെ പരിപാടിയിൽ നിന്ന് ഫഹദിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്, തീർച്ചയായും മനസ്സിലാക്കാനുണ്ട്. അപ്പം അതൊരു സത്യമായ കാര്യമാണ്. ഷർഫക്കാക്ക് വന്ന ഏതെങ്കിലും പടങ്ങൾ എടുക്കാതെ പോയിട്ട് പിന്നെ അത് ഹിറ്റായ ഏതെങ്കിലും ഉണ്ടോ? ഒറ്റ പറച്ചിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ. പിന്നെ എൻ്റെ അടുത്ത് റീസൺ ചോദിക്കരുത്. ബ്രഹ്മയുഗം, സത്യം, മഞ്ഞുമൽ ബോയ്സ്, തല്ലുമാല, ഒരുപാടുണ്ട്. ഒന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് തന്നെ. അതാണ് 4 പടം ഞാൻ ചെയ്യായിരുന്നു. 4 പോപ്പുലർ പടങ്ങൾ. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പടങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് ഫുട്ബോളിനൊക്കെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഫുട്ബോളൊക്കെ കാണാറുണ്ടോ, കളിക്കാറുണ്ടോ? കാണാറുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ കാണും. ഞാൻ കുറച്ച് റൊണാൾഡോ ഫാനാണ്. ഞാനൊരു CR7 ഡൂഡാണ്. മെസ്സി വരുന്നുണ്ടല്ലോ, ഇവിടെ കാണാൻ പോവോ? മെസ്സിനോട് ഒരു വിധത്തിലുള്ള പ്രശ്നമില്ല. മെസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കൺഫ്യൂഷനില്ല, മെസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു റൊണാൾഡോ ഫാനാണെന്ന്. മെസ്സി ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മെസ്സി ഇപ്പം നമുക്കറിയാം മെസ്സി കമ്പാരിസണിലും എൻ്റെ റിയാലിറ്റി എന്താ അറിയാം. പക്ഷെ എനിക്ക് റൊണാൾഡോനോടൊരു ഇഷ്ടമുണ്ട്, ചെറുപ്പം മുതലേ ഒരു ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഫേവറേറ്റ് ക്ലബ്ബ് ഏതെങ്കിലും ക്ലബ്? എൻ്റെ ക്ലബ്ബൊക്കെ ഇപ്പോൾ ഒരുപാട് പുറകില്ല. ചെൽസി ഇപ്പോൾ ലാസ്റ്റ് എന്തോ ഞാൻ പക്ഷെ കാണാറില്ല കേട്ടോ. ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു. ഞാൻ ഇപ്പോൾ കാണാറൊന്നുമില്ല. കളിച്ചിരുന്നോ ഫുട്ബോൾ? ചെറുതായിട്ട് ശരി, ഓക്കെ. നമുക്ക് സർക്കാർക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ പറയാനുണ്ടോ? എന്താണ് നിങ്ങൾ 1-2 കാര്യങ്ങളൊക്കെ പറയാം, ഞാൻ കേൾക്കാം. ഇക്കാക്ക് ചോദിക്കാം എന്താണെങ്കിലും. എനിക്ക് നിങ്ങൾ കുറച്ചും കൂടി സംസാരിക്കും. ഇതിപ്പോൾ ഞാൻ കുറേ സംസാരിച്ചു. അല്ല, ഞങ്ങൾ എനിക്ക് നിങ്ങളുടെ ബേസിക്കലി നിങ്ങളുടെ സംസാരം കേട്ടിരിക്കുന്നതാണ് നമ്മൾക്ക് ശരിക്കും ഇറച്ചി പോഡ്കാസ്റ്റിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇപ്പം ഞാൻ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ 100 ഇൻ്റർവ്യൂ അവിടെ കിടപ്പുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് പുതിയ കണ്ടത്തിൽ സ്ഥിരം മറ്റുന്ന നേരം പ്രേമം മുതലുള്ള വരത്തൻ വഴിയുള്ള 5-ാം പാതിര കയറിയിട്ടുള്ള വടക്കളം യാത്രയാണ് എൻ്റെ സ്ഥിരമായിട്ടുള്ള യാത്ര. അപ്പോൾ ഇതൊക്കെ വലിയ. പക്ഷെ നിങ്ങളെന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് നിങ്ങളുടെ ധാരണകളെ കുറിച്ച് പറയാം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വേണമെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി. എനിക്കുള്ളൊരു പേഴ്സണൽ ഡൗട്ടാണ്, ഇക്കാൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ആക്ടേഴ്സിന് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാം. ഇപ്പോൾ റിയലിസ്റ്റിക് ആണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാലൊരു 80% മമ്മൂട്ടിനെ വെച്ചിട്ടോ മോഹൻലാലിനെ വെച്ചിട്ടോ. അപ്പോൾ ഫ്യൂച്ചറിൽ മൂവി ക്യാരക്ടേഴ്സിനെ റിപ്ലേസ് ചെയ്യുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണത്. AI റിപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. അതിൽ എങ്ങനെ ഇക്കാനെ പോലുള്ള ആക്ടേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്
നമുക്കറിയില്ല എഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് നമ്മൾ അതെ 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 ഞാൻ എത്രത്തോളം അത് ഇതിൽ വരും. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫ് സ്ക്രീനിലൊരു കാര്യം പറഞ്ഞു. അതെ തുടങ്ങി ഇപ്പം ഉം, ഉം. നിങ്ങളുടെ ഇതിനു മുമ്പത്തെ ഒരു ഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ ഒരു ഒറിജിനാലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഉം. അതും കൂടി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഓക്കെ അത്രയും വരണ്ടേ, അത് കണക്ഷൻ ഫീൽ ചെയ്യുക എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. അതല്ല ഈ അനിമേറ്റഡ് ഫീൽഡിൽ നിൽക്കുന്നത് ഓക്കെ, അതങ്ങനെ കിടന്നോളുമായിരിക്കും. അതുണ്ടാവും, ആ ജോണ്ടറുണ്ടാവും. ചിലപ്പോൾ ആ സിനിമകൾ വലുതാവും, അത് ഭയങ്കര വലിയ ഹിറ്റുകളുണ്ടാവും. പക്ഷെ അല്ലാത്തതിൽ ഇവിടെ ഉണ്ടാവും. ഓക്കെ ഇതെല്ലാം എന്താ പറയുക, ഇവിടുന്ന് പോകുന്ന കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് പക്ഷെ തോന്നുന്നു. ഞങ്ങൾക്ക് ഇക്കാനോട് പറയാനുള്ള അപ്ഡേറ്റഡ് ആവുന്നത് നല്ലതാവും. ഇക്കാക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉള്ളത് കൊണ്ട് AI എന്താണ് മൂവി ഫീൽഡിൽ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ ഇക്കാൻ്റെ ടീമിൻ്റെ അടുത്തെന്ന് പറയുന്നത്. മനസ്സിലായി. പക്ഷെ മറ്റേ ഫിലിം ഇതല്ലേ, ലൈക്ക് ആക്ടിങ്ങിലാണ് നിങ്ങൾ പറയുന്നത്. അല്ല ഇപ്പോൾ ഗ്രാഫിക്സിലായാലും ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തും നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫേസ് ഒരു ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ VO3 കണ്ടിട്ടില്ല. അതായത് നമ്മൾ എന്ത് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രോപ്പർ വീഡിയോ തന്നെ ജനറേറ്റ് ചെയ്ത് തരും. അതെ അത് വെച്ചിട്ട് തന്നെ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. AI വെച്ചിട്ട് ഒരു പ്രോപ്പർ ഇതൊക്കെ മൂവി. ഫസ്റ്റ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അല്ല ആ ഒരു ലെവലിലോട്ട് എത്താൻ ആക്ടേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ചുകൂടി കഴിഞ്ഞ് ഈ ഒരു സീസൺ എന്തായാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. ആക്ടേഴ്സ് അതിപ്പോൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ആക്ടേഴ്സിന് വോയിസും പരിപാടികളൊക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളത്. എന്തായാലും പോളണ്ടിൽ വരണം. ഞങ്ങളുടെ കൂടെ 2 പേര് കൂടി ഉണ്ട്. അതെ, അവരെയും കൂടി കാണണ്ടേ. അവരും പോളണ്ടിലാണ്. എല്ലാവരും നിങ്ങൾ പോളണ്ടിൽ വെച്ച് കണ്ടുമുട്ടിയവരാണോ? അതെ അതെ. ഷാറുഖ് ഖാൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പറയാനുള്ളത് പാപ്പരാസീസൊക്കെ ഇപ്പോൾ നീലക്കുയിൽ മീഡിയ അവരൊക്കെ വരുമ്പോൾ ഷാറുഖ് അവരെ മാനേജ് ചെയ്യേണ്ട അടിപൊളി. അവരെ വെറുപ്പിക്കാതെ ആരെ തീക്കുന്നുണ്ട് കൊയിൽമൺ വരുന്ന കാണുമ്പോൾ ശരിക്കും ഈറ പിടിക്കും. അങ്ങനത്തെ ആൾക്കാരുടെ ഷറഫ് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുക. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കുഴിമന്തിയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്തെന്നാള്. അല്ല, ഒരു മന്തി മേടിച്ചു കൊടുക്കാതെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത് അതൊരു കഴിവ് തന്നെയാണ്. അത് ഷാറുഖ് ഖാൻ്റെ നല്ല മനസ്സോട് മാത്രം. അല്ല, അത് അതിൻ്റെ അകത്ത് അവരുടെ ഇതുണ്ട്, ലൈക്ക് അവരുടെയും വർക്കും പരിപാടിയും ഉണ്ട്. സൊസൈറ്റിയിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ പല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയും പോലെ അവരും അവരുടെ ഒരു വർക്കാണ്, അവരത് ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് തന്നെയാണ് അവർ വരുന്നത്, അവർ ചാടി വരുന്നതല്ല. ഇവർക്ക് ഇൻഫർമേഷൻ പോകുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ആർട്ടിസ്റ്റൊക്കെ വരുന്നുണ്ട്. നമ്മളല്ല, അല്ലാതെ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം അത് കൊടുത്തിട്ടൊക്കെയാണ് ഇവർ വരുന്നത്. അത് വേറെ രീതിയാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇൻഡസ്ട്രിയില്ല, നമ്മൾ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആരോടും ഒരു പിണക്കത്തിൻ്റെ കാര്യമില്ല. കാരണം വഴക്കിട്ട ഫേസിനോട് ആർക്കും താല്പര്യമില്ല. സത്യം. അപ്പം നിങ്ങളുടെ പരിപാടികളൊക്കെ നന്നായിട്ട് നടക്കണ്ടേ. ഇനിയും വരച്ച് പോഡ്കാസ്റ്റ് അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഇനി നാട്ടിലിരുമ്പോൾ വെക്കാനെ വിളിക്കും. ഉറപ്പായിട്ടും വെറുതെ വിളിക്കും, കാണാം. അതേപോലെ ഒരു വട്ടം എന്തായാലും യൂറോപ്പിൽ വരണം. ഞങ്ങൾ വെക്കാനെ ഹോസ്റ്റ് ചെയ്യും അവിടെ. ഒരു പോളണ്ട് യാത്ര നമുക്ക് എന്തായാലും വിളിക്കാം. ശരി, പാരിസ് അത് കൊടുക്കും. ഞങ്ങളുടെ നമ്മുടെ പോഡ്കാസ്റ്റ് വന്ന ഫസ്റ്റ് ആക്ടറാണ്. ചെറിയ സമ്മാനം ചില കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഷറഫ് ഖാൻ്റെ ഡിറ്റക്റ്റീവ് നല്ല രീതിക്ക് തന്നെ വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.